സാർ നമ്മുടെ ആ ഒരു പിന്നെ ഇത് അയച്ചിട്ടുണ്ടല്ലോ ഡോക്യുമെന്റ് അത് എഴുതിയിട്ടായിരുന്നു അയച്ചത്. അതൊന്ന് എക്സൽ ഫയൽ ആക്കിയിട്ട് വിടാൻ വേണ്ടിട്ട് പറ്റുമോ? ഏത് ഇതിന്റെയാ? ഡെയിലി സെയിൽസ് ഡാറ്റ അയച്ചിട്ടില്ലായിരുന്നു? ഡെയിലി സെയിൽസ് ഡാറ്റ ഐറ്റം വൈസ് ആണ് ഉദ്ദേശിക്കുന്നത്. അതെ 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 അതെ. ഐറ്റം അത് ബേസ്. ചെയ്യിപ്പിക്കാം, കുഴപ്പമില്ല. ഇപ്പൊ ഡാറ്റ കിട്ടിയില്ല, ഇനിയിപ്പോ ചെയ്താൽ മതിയല്ലോ. എക്സൽ ഫയൽ കിട്ടുവാണെങ്കിൽ സുഖമായിരുന്നു. അല്ലെ പിന്നെ ഞാൻ ഇവിടുന്ന് ഡി ടി പി അവരെ കൊണ്ട് മാറി ചെയ്യിക്കണം. അല്ലെ നിങ്ങൾ അവിടെ നിന്ന് ചെയ്യിച്ച് വിടാൻ പറ്റുവാണെങ്കിൽ ആ ഒരു എക്സൽ ഫയൽ ആക്കി വിട്ടാൽ മതി. അതേപോലെ തന്നെ ഒരു കോളത്തിൽ എക്സൽ ആക്കി ഇങ്ങനെ തന്നാൽ മതിയായിരുന്നു. ടൈപ്പ് ചെയ്യിക്കാം, കുഴപ്പമില്ല. ഓക്കെ. അവളെ ഇപ്പം ജോയിൻ ചെയ്യോ? എന്താ? അയാൾ മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ആണല്ലേ? ഓക്കെ ഓക്കെ ശരി. നെറ്റ്വർക്ക് എന്തായാലും ഇഷ്യൂ ആണെന്നറിയാം. ഓക്കെ ഓക്കെ. നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ? നമുക്ക് ഏതായാലും ആ റെക്കോർഡ്. ഓക്കെ. റെക്കോർഡിംഗ് ആൾക്ക് കാണാമല്ലോ. അതെ അതെ അതെ. ഓക്കെ ശരി. നമുക്ക് ആദ്യം നമ്മുടെ ബ്രേക്ക് ഈവൻ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ. ഇതിലിപ്പോ സാർ അയച്ചിരിക്കുന്നതില് പിന്നെ ഇൻഗ്രീഡിയൻസ് ആൻഡ് പാക്കിംഗ് സാറിന് ഉണ്ടോ ഡാറ്റ? ഇപ്പൊ അയച്ച ഡാറ്റ സാറിന് ഉണ്ടല്ലോ അല്ലെ? ഉണ്ടോ? അത് വാട്സപ്പ് നോക്കാം. ഓക്കെ. ആ ഡാറ്റയിൽ ഇപ്പൊ ഓഗസ്റ്റ് 2,94,000 2,94,858 ആണ് ഓഗസ്റ്റിലെ നമ്മുടെ ഇൻഗ്രീഡിയൻസിന്റെ കോസ്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. ഓക്കെ. അത് പർച്ചേസ് ബേസ് ചെയ്തിട്ടാണോ അല്ലെങ്കിൽ കൺസപ്ഷൻ ബേസ് ചെയ്തിട്ടാണോ അത് എഴുതിയിരിക്കുന്നത്? പർച്ചേസ് പർച്ചേസ്. പർച്ചേസ് അല്ലേ? അതിൽ ഒരുപാട് സാധനങ്ങൾ നമുക്ക് അവിടെ സ്റ്റോക്കിൽ ബാലൻസ് ഉണ്ടാവോ ഈ മന്ത് എൻഡ് വരുമ്പോ? കുറച്ചുണ്ടോ ഇന്നിപ്പോ? ഇപ്പൊ ഏകദേശം തീർന്നു. ഇന്നിപ്പോ സ്റ്റോക്ക് കയറുന്ന ദിവസമാണ്. ആണല്ലേ? കുറച്ച് സ്റ്റോക്ക് ഉണ്ടോ? ഓക്കെ. എന്നാലും ഒരു എത്ര എത്ര രൂപയുടെ അല്ലെങ്കിൽ എത്ര പെർസെന്റേജ് നമുക്ക് അതിൽ സ്റ്റോക്കിൽ വരാൻ സാധ്യത ഉണ്ടാവാം? എമൗണ്ട് ആയിട്ടല്ലേ? അല്ല, അല്ലെങ്കിൽ അതിന്റെ തലേ മാസവും ഇതേപോലെ തന്നെ സ്റ്റോക്ക് നിൽക്കില്ല? ഈ പറയുന്ന അപ്രോക്സിമേറ്റ് സ്റ്റോക്ക് തലേ മാസവും നിൽക്കുമോ? ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ടോ ആയിട്ട് ഉണ്ടോ ഉണ്ടോ? ഉണ്ടാവില്ലേ? അപ്പൊ നമുക്ക് ഈ എമൗണ്ട് കൺസെപ്ഷൻ ഈ ആയിട്ട് എടുക്കാൻ കഴിയുമോ നമുക്ക്? ഇത് എടുക്കാം, കുഴപ്പമില്ല. എടുക്കാം അല്ലേ? ഓക്കെ ഓക്കെ ശരി. പിന്നെ ഓവർ ഹെഡ് എക്സ്പെൻസ് ഓൾമോസ്റ്റ് എല്ലാം സെയിം ആയിട്ടാണ് വരാൻ സാധ്യതയുള്ളത്. ചെറിയ വേരിയേഷൻ അല്ലേ വരുള്ളൂ അല്ലേ? അതെ. ഓവർ ഹെഡിൽ വലിയ മാറ്റം ഉണ്ടാവില്ലല്ലോ ഇല്ല ഇല്ല. മന്ത്ലി എക്സ്പെൻസിൽ? ഓക്കെ. സെയിൽസ് റിപ്പോർട്ട്. ഓക്കെ. ഒക്ടോബറിൽ കൂടുതൽ ബിസിനസ് നടന്നിട്ടുണ്ട് അല്ലേ സാധാരണ? ഒക്ടോബർ ഞാൻ പറഞ്ഞിരുന്നത് അന്നൊരു ഇവന്റ് നടന്നിരുന്നു അവിടെ ഒരു 10 ദിവസം. അതിന്റെ ഒരു ബിസിനസ് ഉണ്ടായിരുന്നു. ഓക്കെ ഓക്കെ. നമുക്ക് ആവറേജ് അപ്പൊ ഒരു 6.5 എന്നുള്ള രൂപത്തിലേക്കുള്ള ഒരു കാൽക്കുലേഷൻ നടത്തിയാൽ പോരെ? ആവറേജ് ബിസിനസ് ആ റേഞ്ചിലല്ലേ നടക്കുന്നുള്ളൂ? ആ റേഞ്ചിലുള്ള. ഓക്കെ ഓക്കെ ശരി.
പറയുന്നില്ലേ, പിന്നെ നമുക്ക് ഇപ്പോ നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ആവറേജ് ഞാൻ നമ്മുടെ ഓവറോൾ എക്സ്പെൻസ് 2,10,000 രൂപയായിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. ഹലോ സർ, ഹലോ സർ, മ്യൂട്ടാണ്. ഓക്കെ. നമ്മുടെ ഓവറോൾ എക്സ്പെൻസ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് 2,10,000 രൂപയായിട്ടാണ് ആവറേജ് ഓവറോൾ എക്സ്പെൻസ്. നമ്മുടെ ഇൻഗ്രീഡിയൻസിന്റെ കോസ്റ്റ് കൂട്ടാതെ ബാക്കിയുള്ള എല്ലാ എക്സ്പെൻസോട് കൂട്ടിയിട്ട് 2,10,000 രൂപയായിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. തന്നിരിക്കുന്ന പിന്നെ ആവറേജ് മന്ത്ലി ബില്ലിംഗ് എന്ന് പറയുന്നത് ഞാൻ എടുത്തിരിക്കുന്ന ഒരു 1,500 ബില്ലിംഗ് ആവറേജ് നടക്കുന്നു എന്നുള്ള രൂപത്തിലാണ്. ആ ഓക്കെ. അപ്പൊ അതിനെ നമ്മള് പിന്നെ നമ്മുടെ ടോട്ടൽ സെയിൽസുമായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന നോക്കുന്ന സമയത്ത് മന്ത്ലി സെയിൽസ് ഞാൻ എടുത്തിരിക്കുന്ന 6,50,000 രൂപ ആവറേജ് സെയിൽസ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ആ ഓക്കെ. അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പെർ ഡേ ഒരു ബില്ലിന്റെ സെയിൽ ആവറേജ് ബില്ലിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത് 433 രൂപയായിട്ടാണ് നമുക്ക് കിട്ടുന്നത്, ആ ആവറേജ് ബില്ലിംഗ് കോസ്റ്റ്. ഓക്കെ. പിന്നെ അതേപോലെ പിന്നെ സാറിന്റെ പിന്നെ ഈ ഇൻഗ്രീഡിയൻസ് കോസ്റ്റ് അഥവാ ഫുഡ് കോസ്റ്റ്, എനിക്ക് ആവറേജ് ഫുഡ് കോസ്റ്റ് പെർസെന്റേജ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വരുന്നത്, ആവറേജ് ഫുഡ് കോസ്റ്റ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് 2,00,000. ആവറേജ് ഫുഡ് കോസ്റ്റ് പിന്നെ പെർസെന്റേജ് എടുത്തിരിക്കുന്നത് 39%. നമുക്ക് ഫുഡ് കോസ്റ്റ് സാറിന്റെ ഈ പിന്നെ ഇൻഗ്രീഡിയൻസിന്റെ കോസ്റ്റ് ബേസ് ചെയ്ത് നോക്കുമ്പോ ആ സെയിൽസിനെ നോക്കുമ്പോൾ നമുക്ക് 39% നമ്മൾ ടോട്ടൽ ഒരു വിൽപ്പന നടത്തുമ്പോൾ അതിന്റെ 39% നമുക്ക് ഫുഡ് കോസ്റ്റ് വരുന്നു എന്നുള്ള രൂപത്തിലാണ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. ഓക്കെ. 2,50,000 രൂപയാണ് ആവറേജ് ഇൻഗ്രീഡിയൻസ് കോസ്റ്റ് ആയിട്ട് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഓക്കെ. ഇങ്ങനെ ബേസ് ചെയ്ത് വരുന്ന സമയത്ത് നമുക്കുണ്ടാവേണ്ട നമുക്ക് ലാഭവും നഷ്ടവും ഇല്ലാതെ നമ്മുടെ ബിസിനസ്സിനെ മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് 3,44,000 രൂപയുടെ ബിസിനസ് നിലനിന്ന് കഴിഞ്ഞാൽ നമ്മൾ ബ്രേക്ക് ഈവൻ ആവേണ്ടതാണ് യഥാർത്ഥത്തിൽ. അതെ. ഓക്കെ. ഇപ്പോ സാറ് പറഞ്ഞതനുസരിച്ച് ഇപ്പൊ എത്രത്തോളം ബിസിനസ് നടന്നു കഴിഞ്ഞാലും നമ്മൾ പ്രോഫിറ്റബിൾ ആകുന്നില്ല എന്നാണല്ലോ സാറിന്റെ ഒരു നിഗമനം വന്നിരിക്കുന്നത്. അതെ. പ്രോഫിറ്റബിലിറ്റി അപ്പൊ എവിടെയാണ് നമ്മുടെ ഫിനാൻഷ്യൽ ലോസ് സംഭവിക്കുന്നുണ്ടോ നമുക്ക് എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കേണ്ടത്. ഇല്ല, ഇതിപ്പോ എങ്ങനെയാ അറിയോ, ഇതിപ്പോ നമുക്ക് പ്രോഫിറ്റബിൾ ആയിട്ടില്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ ഇപ്പൊ ചെക്ക് ചെയ്തിട്ടില്ലല്ലോ. വരുന്ന ഈ ക്യാഷ് ഉണ്ടല്ലോ, നമുക്ക് ഇൻഫ്ലോ വരുന്ന ക്യാഷ് ഒരു സിംഗിൾ അക്കൗണ്ടിലോട്ടാണ് പോകുന്നത്, സിംഗിൾ ബാങ്ക് അക്കൗണ്ടിലോട്ട് പോകും. അതിൽ നിന്ന് മൾട്ടി പർപ്പസിന് യൂസ് ചെയ്യപ്പെടുന്നുണ്ടോ? അത് വേറെ ബിസിനസ്സും കൂടി ലിങ്ക് ആയിട്ട് ചിലപ്പോൾ ആ ബിസിനസ് പ്രോഫിറ്റബിൾ അല്ലെങ്കിൽ ഈ ഫണ്ട് ചിലപ്പോൾ യൂസ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ സംഭവിക്കുന്നുണ്ടാവാം. ഇവിടെ ഞാൻ ഇപ്പൊ കാൽക്കുലേറ്റ് ചെയ്ത് ഈ ബേസ് വെച്ച് നോക്കുന്ന സമയത്ത് സാറിന് 3,44,000 രൂപ അല്ലെ 45,000 രൂപ വന്നു കഴിഞ്ഞാൽ സാറിനെ സംബന്ധിച്ചിടത്തോളം സാറിന്റെ ഇപ്പോഴത്തെ ബിസിനസ് പ്രോഫിറ്റബിൾ ആവും എന്നുള്ളതാ കാണുന്നത്. അതെ. അപ്പൊ 6,50,000 രൂപന്റെ ബിസിനസ് നടക്കുമ്പോൾ എങ്ങനെയായാലും ഒരു 2,00,000 രൂപയെങ്കിലും 2-2.5 ലക്ഷം രൂപയോളം സാറിന് അതിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അതെ. അതിനൊരു 38% നമ്മൾ ഫുഡ് കോസ്റ്റ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയായാലും ഒരു 1.5 ലക്ഷം രൂപ സാറിന് അതിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യും. അതെ. ജനറേറ്റ് ആവുന്ന പൈസ ചിലപ്പോ മറ്റേ ബിസിനസ്സിൽ ചിലപ്പോ ആ ബിസിനസ്സിലായിരിക്കാം സാറിന് ചിലപ്പോൾ പ്രോബ്ലംസുകൾ വരുന്നുണ്ടാവാം. അതെ. അപ്പൊ അതൊന്ന് ഐഡന്റിഫൈ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ. കാരണം ഇവിടെ ആവറേജ് സെയിൽ വാല്യൂ നല്ല വാല്യൂ ആയിട്ട് നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് 433 രൂപ ആവറേജ് ബില്ലിംഗ് വാല്യൂ കാണുന്നുണ്ട്. ഒരു ആളുകൾ വന്ന് ഒരു ബില്ല് അടിക്കുമ്പോൾ നിങ്ങൾക്ക് ആവറേജ് സെയിൽസ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരു 433 രൂപയോളം നിങ്ങൾക്ക് കിട്ടുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ. അപ്പൊ അതുമല്ല നിങ്ങളുടെ ഫുഡ് കോസ്റ്റ് ഒരുപാട് കൂടുതലാണെന്നൊന്നും പറയാൻ കഴിയില്ല. നമുക്ക് 35% നമ്മുടെ പിന്നെ ഐഡിയൽ ഫുഡ് കോസ്റ്റ് എങ്കിലും നിങ്ങൾക്ക് 39% വരുന്നുള്ളൂ. 39 എന്ന് പറയുമ്പോൾ അവിടത്തെ നിങ്ങളിപ്പോ എക്സ്പീരിയൻസ് ഉള്ള അവിടത്തെ നമ്മളെ ഇവിടെ വരുമ്പോഴത്തേക്ക് സാധനത്തിന് ഭയങ്കര കോസ്റ്റ് ആണല്ലോ. അതെ. അവിടെ നിന്ന് കൊണ്ടുവന്നെത്തുന്നതും ബാക്കി കാര്യങ്ങളൊക്കെ. അതെ. അപ്പൊ എന്നാലും അത് വലിയൊരു കോസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു. കാരണം 39 എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മേക്ക് ഓവർ ചെയ്ത് പോകാൻ കഴിയുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. അതെ. ഓക്കെ. പിന്നെ ഡാമേജും വരുന്നുണ്ട് നല്ലപോലെ. അവിടെ നിന്ന് സാധനം കൊണ്ടുവന്നാലും നമ്മള് ഈ പർച്ചേസ് അനുസരിച്ചാണ് ബില്ല് ചെയ്തിട്ടിരിക്കുന്നത്.
ആ ആ അത്രയും സാധനം നമുക്ക് ഉപയോഗിക്കാൻ കിട്ടും. പകുതി ചിലപ്പോൾ ഡാമേജ് ആയി പോകും. ലോങ് ടൈം ഇപ്പൊ പച്ചക്കറി ആണെങ്കിലും ലോങ് ടൈമിലൊക്കെ നമ്മൾ 10-15 ദിവസത്തേക്ക് കീപ്പ് ചെയ്യേണ്ടി വരും. ചില കുറച്ച് ഫ്രിഡ്ജിലായിരിക്കും, കുറച്ച് പുറത്തായിരിക്കും, അങ്ങനെ ഡാമേജ് വരും. നിങ്ങൾ അവിടെ ആണെങ്കിൽ ഡെയിലി പച്ചക്കറി എടുക്കാൻ പറ്റും, എന്തും ഡെയിലി കിട്ടുമല്ലോ. യെസ് 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 യെസ്. അപ്പൊ അതൊക്കെ വരുന്നത് അതുകൊണ്ട്. എന്നിട്ടും അപ്പൊ 35 മിനിമം എന്നുണ്ടെങ്കിൽ 39 ഓക്കെയാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. അല്ല അത് പിന്നെ എനിക്ക് കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അതെ കാരണം അതെ ഇപ്പൊ നമ്മുടെ കേരളത്തിലുള്ള റെസ്റ്റോറന്റുകളെ തന്നെ എടുത്തു നോക്കുകയാണെങ്കിലും അവർക്ക് ഓൾമോസ്റ്റ് ഒരു 38, 39, 40 ഒക്കെ ആവറേജ് റെസ്റ്റോറന്റുകൾക്ക് വരുന്നുണ്ട്. അതെ അതെ അതെ. അതുകൊണ്ട് നമ്മുടെ കൂടുതലാന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ആ പിന്നെ നമ്മുടെ ബില്ലിംഗ് റേഷ്യോ നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ല ബില്ലിംഗ് നടക്കുന്നുണ്ട് എന്നുള്ളത്. 1500 ബില്ലിംഗ് നടക്കുന്നുണ്ട്. നമുക്ക് മാസത്തിൽ നമ്മൾ ഈ പറയുന്ന ആവറേജ് ബില്ലിംഗ് റേഷ്യോ വെച്ചിട്ട് നമുക്ക് 795 ബില്ലിംഗ് നടന്നാൽ തന്നെ നമ്മൾ ബ്രേക്ക് ഈവൻ ആവും. അതെ അതെ അതെ. നമുക്ക് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഏകദേശം ഒരു 600ഓളം ബില്ലുകൾ അഡീഷണൽ അടിക്കുന്നുണ്ടല്ലോ നമ്മള്. അതെ അതെ അതെ. ആ ബില്ല് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രോഫിറ്റബിലിറ്റിയിലേക്കാണ് പോകുന്നത്. അതെ. ഓക്കെ. അപ്പോ ഇത് അങ്ങനെയെങ്കിൽ സാറിന് ഈ അക്കൗണ്ട് സാർ ഒന്ന് മാറി യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല? നമ്മുടെ ഈ റെസ്റ്റോറന്റിനായിട്ട് ഒരു അക്കൗണ്ടോ അല്ലെങ്കിൽ അങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് അക്കൗണ്ട്സ്? അങ്ങനെ ബുദ്ധിമുട്ടുണ്ടോ അങ്ങനെ ഉപയോഗിക്കുന്നതിന്? ഇല്ല, അത് ട്രൈ ചെയ്യാം, അത് കുഴപ്പമില്ല. ഒരു അക്കൗണ്ട് ഇടാൻ സ്റ്റാർട്ട് ചെയ്താൽ മതിയല്ലോ. ആ എന്നിട്ട് അതിലേക്ക് ഇത് പോവാം. അങ്ങനെ ആവുമ്പോഴേ സാറിന് ഇനിയിപ്പോ ഇവിടെ സാറ് ഇൻഹൗസ് ഇല്ലാത്ത ആളാണല്ലോ, അതുകൊണ്ട് എന്തെങ്കിലും ഫിനാൻഷ്യൽ ലീക്കേജ് വരുന്നുണ്ടോ എന്നുള്ളതും നോക്കണം നമ്മളെ. അതെ അതെ അതെ. നമ്മൾ ഇനി എത്ര വിശ്വസിക്കുന്നവരാണെങ്കിലും സാധ്യതകൾ അവർ ചിലപ്പോൾ അത് യൂസ് ചെയ്തെന്ന് വരുവേ ചിലപ്പോ. അങ്ങനെയുള്ള അത് നോക്കണം നമുക്ക്. അതെ അതെ അതെ. ഇപ്പൊ ഫിനാൻഷ്യലി കാര്യങ്ങളെല്ലാം ഒന്ന് കറക്റ്റ് ചെയ്യാം. ഇത് ഓൾമോസ്റ്റ് എന്തായാലും പ്രോഫിറ്റബിൾ ആയിട്ടാണ് ഇപ്പൊ റെസ്റ്റോറന്റിന്റെ സിറ്റുവേഷൻ കാണുന്നത് ഞാൻ. ആ ഓക്കെ. അപ്പൊ ഇതില് ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ആവറേജ് കസ്റ്റമറുടെ സെയിൽസ് ഇനിയും നമുക്ക് കൂട്ടാൻ കഴിയുമോ എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒന്ന് കൃത്യമായിട്ട് അതിനുള്ള ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാന്നുള്ളതാണ്. ആ. ഓക്കെ. നമ്മുടെ മാനേജർ ആയിരിക്കും അല്ലെ അതെ അതെ. റഫീഖ്. റഫീഖ് അല്ലേ? ഓക്കെ. റഫീഖ് സാർ ഒന്ന് അൺമ്യൂട്ട് ചെയ്യാട്ടോ. റഫീഖ് അൺമ്യൂട്ട് ആക്കുക. മ്യൂട്ട് ആയിട്ടുണ്ടോ? ഓക്കെ 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 ഓക്കെ. റഫീഖ് സാർ കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ആ കേൾക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം എന്നാല്. ഓക്കെ. ഇന്നലെ നമ്മൾ പറഞ്ഞത് നമ്മുടെ മെനുവില് നമുക്ക് കുറെ കാലമായിട്ട് നമ്മൾ ഒരേ മെനുവിൽ മുമ്പോട്ട് പോകുന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, മെനുവില് കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ട് ആളുകൾക്ക് പുതിയ ഒരു ടേസ്റ്റും അതേപോലെ തന്നെ പുതിയ ഒരു ആംബിയൻസ് അല്ലെങ്കിൽ അവരുടെ ഡിഷസുകളിലുള്ള ഒരു അട്രാക്ഷൻസ് ഒക്കെ കൊടുക്കുന്ന രൂപത്തിലേക്ക് കുറച്ച് പ്രസന്റേഷൻ രീതികളൊക്കെ ഒന്ന് മാറ്റി അവരൊന്നുകൂടെ അട്രാക്ട് ചെയ്യാം. ഈ വന്നുകൊണ്ടിരിക്കുന്ന ആളുകളെ വീണ്ടും വീണ്ടും പെട്ടെന്ന് നമ്മുടെ റെസ്റ്റോറന്റിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന രൂപത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യാം, ഒരു രീതി നമ്മളെ റെസ്റ്റോറന്റിൽ നമ്മൾ ഫോളോ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് നമുക്ക് ഫുഡിലെ മാറ്റങ്ങൾ കൊണ്ടുവരാം. രണ്ട്, നമ്മൾ ചെറിയ എന്തെങ്കിലും ഇവന്റുകളായിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാം. വീക്കിലി ഒരു ഇവന്റ് ഒക്കെ നമുക്ക് പ്ലാൻ ചെയ്യാം. ഈ ഫാമിലീസിനൊക്കെ നമ്മുടെ റെസ്റ്റോറന്റിലേക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്ക്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് പ്ലേ ഏരിയ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇവന്റ് ഒക്കെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾ അവിടെ എത്തും. ഓക്കെ. അപ്പൊ അങ്ങനെ ഒന്ന് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആ ദിവസത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ എന്ത് ഇവന്റ് ആണോ വീക്കെൻഡിൽ ഒരു ഇവന്റ് പ്ലാൻ ചെയ്യണം, ആ ഇവന്റിന്റെ ഭാഗമായിട്ട് നമുക്ക് എന്തെങ്കിലും കുറച്ച് വെറൈറ്റീസ് ആയ ഫുഡുകൾ നമുക്ക് എന്ത് ചെയ്യാം, ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊണ്ടുവരിക. ഓക്കെ. ഇന്നലെ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സാറിന് ഷബീർ സാറിന് എന്തെങ്കിലും ഒരു ഇതുണ്ടോ, എനിക്ക് കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് ഇനി അതിലേക്ക് പോവേണ്ടതുണ്ടോ മെനുവിന്റെ കാര്യങ്ങളിലോ? ഇല്ല ഇല്ല ഇല്ല. ഇല്ലല്ലോ. ഓക്കെ. പിന്നെ നമ്മൾ നോക്കുന്നത് നമ്മുടെ സിസ്റ്റം എങ്ങനെയാണ് നമുക്ക് ഡെവലപ്പ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ ഓക്കെ. ഞാനിപ്പോ ഈ ബ്രേക്ക് ഈവന്റെ കാര്യം പറഞ്ഞത് ക്ലിയർ ആണല്ലോ അല്ലെ സാറിന്? ക്ലിയർ ആണോ? ക്ലിയർ ആണല്ലോ. ഓക്കെ. അപ്പൊ ഇനി നമ്മൾ നോക്കുന്നത് നമ്മുടെ സിസ്റ്റത്തിന്റെ ബേസ് ചെയ്തിട്ടാണ്. നമുക്ക് നമ്മുടെ സ്റ്റാഫിങ്ങില് നമ്മുടെ എങ്ങനെയാണ് നമ്മുടെ ചലഞ്ചസുകളൊക്കെ ഉള്ളത്, എന്തൊക്കെ ചലഞ്ചസുകളാണ് നമ്മുടെ സ്റ്റാഫിങ്ങിൽ ഉള്ളത്? അപ്പൊ റഫീഖ് സാറിനായിരിക്കും കൂടുതൽ പറയാൻ കഴിയല്ലേ?
റഫീഖേ, റഫീഖ് സാർ. ആ ആ നമ്മളിപ്പോ നേരിടേണ്ട സ്റ്റാഫിന്റെ ഭാഗത്തുള്ള പ്രശ്നങ്ങൾ തന്നെ, അവളെ പോരായ്മകൾ തന്നെയാണ് ഓരോ സെക്ഷൻ. ചെഫ് ആയാലും വെയിറ്റേഴ്സ് ആയാലും അതൊന്ന് പറഞ്ഞോളൂ. ഷെഫിന് ഇപ്പൊ പുതിയ ഐറ്റം ഉണ്ടാക്കാനുള്ള ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അതായത് അത് ഉണ്ടാക്കാൻ ചില സമയത്ത് അവർ ഉദ്ദേശിക്കുന്ന സാധനം കിട്ടില്ല. അങ്ങനത്തെ പ്രശ്നമുണ്ട്. ഓക്കെ. പിന്നെ അതല്ല, നമുക്ക് പിന്നെ കസ്റ്റമർ സർവീസ് ഒക്കെ കൊടുക്കുന്നതിലോ അങ്ങനെ എന്തെങ്കിലും, പിന്നെ നമ്മള് ഫുഡ് കൊടുക്കുന്നതിൽ ടൈം ലേറ്റ് ആവുക, അങ്ങനെയൊക്കെ എന്തെങ്കിലും? ചെറുതായിട്ട് ലൈവ് കൊടുക്കുന്നതുകൊണ്ട് ചെറുതായിട്ട് ലേറ്റ് ഒക്കെ വരാറുണ്ട്. വേറെ ഒരു കാര്യം കൂടി പറഞ്ഞു റഫീഖേ, ഇതിപ്പോ നമ്മൾ പോളിസി എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല, നമ്മളെ പ്രശ്നങ്ങൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ ചലഞ്ചസുകൾ എന്തുണ്ടെങ്കിലും പറയണം നിങ്ങൾ. അതെ അതെ, മറച്ചു വെച്ചിട്ട് കാര്യമില്ലല്ലോ. ഓക്കെ. ഇപ്പൊ കിച്ചൺ സൈഡിലാണെങ്കിൽ ഉള്ള പ്രോബ്ലം, ഒരു പ്രശ്നം എന്ന് വെച്ചാല് നമുക്ക് ഇവര് പുതുതായുള്ള അപ്ഡേഷൻ നടത്തുന്നില്ല. പുതിയ ഐറ്റംസ് ഉണ്ടാക്കുന്നതിലും ഇതിലും അവർക്ക് അതൊരു ചെറിയ പ്രശ്നമുണ്ട്. ഓക്കെ. അത് എന്തുകൊണ്ടാണ് അവർക്ക് കഴിയാത്തത്? അവർക്ക് അറിയാത്തത് കൊണ്ടോ, അല്ലെങ്കിൽ അവർ ട്രൈ ചെയ്യാത്തതുകൊണ്ടോ, അല്ലെങ്കിൽ എന്താണ്? നമ്മുടെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും പ്രോബ്ലം ആണോ, അല്ല അവരുടെ ഭാഗത്തു നിന്നുള്ള പ്രശ്നമാണോ? എന്താണ് ആ പ്രോബ്ലം? അത് അവർക്ക് ചെയ്യാൻ കഴിയാതെ വരുന്നതിന് കാരണം എന്തായിരിക്കാം? അല്ല, ഒരു പ്രശ്നം നമ്മുടെ സൈഡിൽ നിന്ന് അതായത് അവരുടെ നമ്മൾ പറഞ്ഞിട്ട് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കാത്ത ഒരു പ്രശ്നം തന്നെയാണ്. അതൊന്ന് ട്രൈ ചെയ്യിപ്പിക്കാൻ. ഓക്കെ ഓക്കെ. അല്ല, അവർക്ക് ടൈം അവൈലബിൾ ആവാത്തതുകൊണ്ടോ അങ്ങനെ എന്തെങ്കിലും ആണോ? അവരുടെ വർക്കിന്റെ ലോഡ് കൂടുതലുള്ളതുകൊണ്ടോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളാണോ അവർക്ക് അങ്ങനെ ചെയ്ത് നോക്കാൻ കഴിയാതെ? അല്ല, ഇപ്പൊ വർക്ക് ഇപ്പൊ അങ്ങനെയല്ല, അങ്ങനത്തെ പ്രശ്നമില്ല. കാരണം നമ്മൾ പറയുന്നതാണ് അവർ ചെയ്യുന്നത്. അപ്പൊ അത് ഇന്ന് അത് ചെയ്യേണ്ട, അത് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ അവർ അത് ചെയ്യും. ഓക്കെ ഓക്കെ ഓക്കെ. മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാല് ഞാനിപ്പോ പറഞ്ഞല്ലേ, ഒരു ചെഫിന്റെ താഴെ ചെയ്യുന്ന പരിചയം മാത്രമേ ഉള്ളൂ. പല വേറെ എക്സ്പീരിയൻസ് ഇല്ല. പുള്ളിക്കാരൻ 1 വർഷം മാത്രമാണ് ഇപ്പോൾ ഉള്ള ചെഫിന്റെ താഴെ വർക്ക് അസിസ്റ്റന്റ് ആയിട്ട്. അപ്പൊ പുള്ളിക്കാരൻ ഒരു 10 കാര്യം കാണിച്ചു കൊടുത്ത് അതിൽ 5 എണ്ണം മാത്രമേ പുള്ളിക്കാരൻ ഒപ്പിയെടുക്കാൻ പറ്റിയിട്ടുണ്ടാവും. അത് കൃത്യമായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ബാക്കി പുതിയത് എവിടെ നിന്ന് പഠിക്കും, എവിടെ നിന്ന് കണ്ടെത്തും, ആ ഒരു സംഭവം അറിയില്ല. നമ്മൾ എന്താ ലിങ്ക് കൊടുത്താല് പുള്ളിക്കാരന് പേടിയാണ്. ആ ഒരു ഇഷ്യൂ ആണ്. പേടി മാത്രം. ഇന്ന് ഒരു പുതിയ ഐറ്റം ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. രാത്രി ഞാൻ സംസാരിച്ചപ്പോ ഞാൻ കുറേ ദിവസമായി ഇങ്ങനെ കാര്യങ്ങൾ പറയുന്നത് പറഞ്ഞപ്പോ, അപ്പൊ ഇന്ന് എന്തായാലും ഒരു പുതിയ ഐറ്റം കൂടി ഉണ്ടാക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ചിക്കന്റെ ഒരു പുതിയ ഐറ്റം ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആള് അങ്ങനെ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഐഡിയ ഉള്ള ആളല്ലേ ഈ കുക്ക് എന്ന് പറഞ്ഞ? അദ്ദേഹത്തിന് അങ്ങനെ പുതിയത് ഉണ്ടാക്കണം, അങ്ങനെ പുതിയത് ചെയ്യണം എന്നുള്ള ആ ഒരു തോട്ട് പ്രോസസ് ഉള്ള ആളല്ലേ ആള്? ഇല്ല, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം രണ്ടുപേരും സേഫ് സോണിലാണ് ഉള്ളത്. ഉള്ള ഐറ്റംസ് ഇങ്ങനെ വൃത്തിയിലും ഇതിലും കൊടുക്കുക, പിന്നെ ഇല്ലാത്തിടത്ത് പോയി കൈവച്ചിട്ട് കുളമാക്കണ്ട എന്നുള്ളൊരു പേടി, അങ്ങനെ ഒരു പേടിയുണ്ട്. കോൺഫിഡന്റ് ഇല്ലായ്മയുണ്ട്. കിച്ചണിലെ നിലവിൽ എത്ര സ്റ്റാഫുകളാണ് നമുക്കുള്ളത്? കിച്ചണില് 3 പേരുണ്ട്. 3 പേര്. പിന്നെ ഒരാളെ കുക്ക്, 2 കുക്ക് അല്ലെ? ഓക്കെ. 2 കുക്ക്, ഒരാൾ ചൈനീസ് നോക്കും, പിന്നെ ഒരാള് ബാക്കിയുള്ള ഐറ്റംസ് എടുക്കും. ഓക്കെ ഓക്കെ ഓക്കെ. ഒരാള് ഹെൽപ്പർ ആയിട്ടാണോ? പിന്നെ ഒരാൾ ഹെൽപ്പർ. ഓക്കെ ഓക്കെ. ചൈനീസ് നോക്കുന്ന ആളുടെ പിന്നെ എക്സ്പീരിയൻസ് എങ്ങനെയാ? ചൈനീസിന്റെ ആളുടെ എക്സ്പീരിയൻസ്? ചൈനീസ് നോക്കുന്ന ആള് ഞങ്ങളുടെ സാറിന് ആദ്യമായിട്ടായിരിക്കും. ചൈനീസ് നോക്കുന്ന ആള് പക്ക ഒരു ഇലക്ട്രീഷ്യനാണ്. പുള്ളിക്കാരൻ നമ്മളെ ഈ പാർക്കിന്റെ കൺസ്ട്രക്ഷൻ ടൈമിൽ നമ്മളെ കൂടെ കൂടിയതാണ്. എല്ലാരും വർക്ക് എടുക്കും. പിന്നെ അയാളെ സപ്ലയർ ആക്കി. അവിടെ വേറെ മെയിൻലാൻഡിൽ വർക്ക് ചെയ്യുന്ന ആളായിരുന്നു. പിന്നെ നമ്മൾ അവിടുത്തെ സപ്ലയർ ആക്കി. പിന്നെ അവിടെ നിന്ന് കിച്ചണിലോട്ട് കയറ്റിയിട്ട് ഹെൽപ്പർ ആക്കിയിട്ട് ഒരു കുക്ക് ഉണ്ടായിരുന്നു, ഒരു സീനിയർ കുക്ക്, 50-55 വയസ്സുള്ള ഒരു സീനിയർ ആളുണ്ടായിരുന്നു. അയാളുടെ കൂടെ അയാൾ അസിസ്റ്റന്റ് ആയിട്ട് 1.5 വർഷം 2 വർഷത്തോളം നിന്ന്. പിന്നെ പുള്ളിക്കാരൻ വെള്ളമടിക്കുന്ന അങ്ങനെ ശീലമുള്ളവരുടെ പുള്ളിക്കാരൻ പോയിട്ട് പിന്നെ ഞാൻ തിരിച്ചെടുത്തിട്ടില്ല, അത് പോയി. പിന്നെ ഇയാൾ അവിടുത്തെ ഒരു മെയിൻ സംഭവമായി. പിന്നെ 1-2 കുക്ക് വേറെ വന്നിരുന്നു. അവരുടെ ഒപ്പം അയാൾക്ക് ഒരു 4-5 ആൾക്കാരോടൊപ്പം നിന്ന് പരിചയമുണ്ട്. ഈ പറയപ്പെടുന്ന ഒരു ചെഫിന് ഒരു 4-5 കുക്കിനൊപ്പം അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതാണ് ഒരു കുക്ക്. രണ്ടാമത് കുക്ക് ഒരു ചെഫിന്റെ താഴെ നിന്ന് വർക്ക് ചെയ്ത് മാത്രമേ എക്സ്പീരിയൻസ് ഉള്ളൂ. ഇവർ 2 പേരാണ് ഇപ്പൊ സംഭവം നോക്കുന്നത്. 2 പേര് അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ആണ് ഉള്ളത്. പിന്നെ ഇപ്പൊ ഇതായിട്ട് നിൽക്കുന്നത്. ഓക്കെ. അത് ഞാൻ ഇന്നലെ സാറിനോട് പറഞ്ഞ രൂപത്തില്, സാർ അങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുകയാണെങ്കിൽ നമുക്കൊരു നല്ലൊരു എക്സിക്യൂട്ടീവ് ഷെഫിനെ നിങ്ങൾക്ക് അവിടെ ഞാൻ തന്നു കഴിഞ്ഞാൽ അവർക്ക് ഒരു 1 വീക്ക് നിങ്ങൾ അവിടെ നിർത്തിയിട്ട് പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവരെ ട്രെയിൻ ചെയ്യാം.
പുതിയ അതെ ഒരു സെറ്റ് ഓഫ് ഡിഷസുകൾ നമുക്കൊരു വർഷത്തേക്കൊക്കെ വേണ്ട സെറ്റ് ഓഫ് ഡിഷസുകൾ നമ്മൾ പ്ലാൻ ചെയ്ത് ആ അതിനനുസരിച്ച് സ്റ്റാൻഡർഡൈസ്ഡ് റെസിപ്പി ഉണ്ടാക്കി ഇവർക്ക് ട്രെയിനിങ് കൊടുക്കുക. ഓക്കെ അപ്പൊ ഇവർക്ക് കുറേ ഐഡിയാസുകൾ കിട്ടും. പിന്നീട് ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യാനുള്ളതൊക്കെ കുറേ ഐഡിയാസുകൾ ഇവർക്ക് കിട്ടും. ഓക്കെ അത് ചെയ്യാം, കുഴപ്പമില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ലോങ് ടൈമിലേക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും അത്. അതെ 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 ഓക്കെ, നമുക്ക് പെർ ബില്ലിൽ നമുക്കൊരു 25% ബില്ല് കൂട്ടിയെടുക്കാൻ കഴിയുന്ന സ്ട്രാറ്റജി അവിടെ ബിൽഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതെ ഈ അതെ എമൗണ്ട് നിങ്ങൾക്ക് നഷ്ടമാവില്ല. അതെ അങ്ങനെ ഒരു കാരണം നിങ്ങളിപ്പോ ഈ പറഞ്ഞ രൂപത്തിലേ, കാരണം ആളൊരു ഇലക്ട്രീഷ്യൻ ആയിട്ട് ഇപ്പൊ ഒരു കുക്കായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആൾക്കൊരു ആ ക്രിയേറ്റീവ് ഐഡിയ ഉണ്ടല്ലോ ആൾക്ക് മൈൻഡ് ആ സെറ്റ്. പുള്ളിക്കാരൻ എന്ത് പഠിപ്പിച്ചാലും പഠിച്ചെടുക്കും. ഇത് യെസ് ഒരു ബന്ധമില്ലാത്ത ഫീൽഡാണ് സംഭവം. യെസ്. എല്ലാവർക്കും എടുക്കുന്നുണ്ട്, കാർപ്പൻട്രി ആയാലും മേസണി ആയാലും എല്ലാവർക്കും ചെയ്യുന്നുണ്ട്. അപ്പൊ ഓക്കെ. അതിന്റെ കൂടെ ഇത് കണ്ടു പഠിച്ചപ്പോ ഇതും ചെയ്തു തുടങ്ങി, ഇതും കുക്കായിട്ട് ഇയാൾ അങ്ങനെ തുടങ്ങി. അപ്പൊ ഈ പേടിയുള്ള കുക്കിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് കുറച്ച് ക്രിയേറ്റീവ് ഐഡിയ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാൾ കൊടുത്തു കഴിഞ്ഞാൽ ആളും എന്താവും അതും ചെയ്യും. അതെ ബെറ്റർ ആയിക്കോളും. അത് ചെയ്യാം. ഓക്കെ, അങ്ങനെ ആയിരിക്കും ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ അതിന്. വേറെ കാര്യം കൂടി ചോദിച്ചോട്ടെ സാറേ, ആ നമ്മളിപ്പോ 2 സെക്ഷൻ ഉണ്ടല്ലോ. ആ നമ്മളിപ്പോ കിച്ചൺ സൈഡ് ഉണ്ട്, പിന്നെ ജ്യൂസ് ബിവറേജ് സെക്ഷൻ ഉണ്ട്. ആ അങ്ങനത്തെ ആരെങ്കിലും ഫെസിലിറ്റീസ് ഉണ്ടോ? അങ്ങനെ ജ്യൂസ് ബീവറേജസിൽ നമുക്ക് ഈ പറയുന്ന എക്സിക്യൂട്ടീവ് ഷെഫ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും വരുവാണെങ്കിൽ. അതെയാ? അവിടെ നിങ്ങൾക്ക് ഓൾറെഡി ആളുണ്ടോ? ബീവറേജസ് നിങ്ങൾക്ക് ആളുണ്ടോ ഇപ്പൊ നിലവിൽ? അവിടെ ഇപ്പൊ ഉള്ള ആളെന്ന് പറയുന്നത് ഇതുപോലെ തന്നെ വേറൊരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ഇതുണ്ടായിരുന്നു, ബിവറേജ് അടിക്കാൻ ജ്യൂസ് മേക്കർ ഉണ്ടായിരുന്നു. ഓക്കെ ഓക്കെ. പുള്ളിക്കാരന്റെ താഴെ നിന്നുള്ള എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്, അസിസ്റ്റന്റ് ആയിട്ട് നിന്ന ആളാണ് ഇപ്പൊ കണ്ടിന്യൂ ചെയ്യുന്നത്. ഓ ഓ, ഓ. അല്ല ഞാൻ പറയുന്നത് എന്താണ്, നമ്മൾ ഇന്നലെ സംസാരിച്ച ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളൊരു ബ്രാൻഡ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത ദ്വീപിലേക്കോ അല്ലെങ്കിൽ അടുത്ത മറ്റൊരു സ്ഥലത്തേക്കോ ഇത് കൊണ്ടുപോകുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ കുറച്ച് യുണീക്ക് ആയിട്ടുള്ള ഐറ്റംസുകളും നിങ്ങളുടേതായിട്ടുള്ള കുറച്ച് പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് വേണം. അതെ നിങ്ങൾ ബ്രാൻഡായിട്ട് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അതെ അപ്പൊ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കേണ്ടത്. അതെ അതെ പറയുന്ന സ്റ്റാഫുകളെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പ്രൊഫഷണൽ ആക്കി മാറ്റി കഴിഞ്ഞാൽ ഇവർ മതി നിങ്ങൾക്ക് ഭാവിയിൽ നിങ്ങളുടെ സ്കെയിലപ്പിന് വേണ്ടിയിട്ട്. അതെ അതെ പിന്നെ ബാക്കിയുള്ളവർക്ക് ട്രെയിനിങ് കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്ത് പോകാൻ കഴിയുന്ന രൂപത്തിലേക്ക് നിങ്ങൾ എന്ത് ചെയ്ത് ഇവരൊന്ന് ഡെവലപ്പ് ചെയ്തെടുത്താൽ മതി നിങ്ങൾ. അതെ 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 ഓക്കെ, അപ്പൊ ഇവര് ലോങ് ടൈമിൽ നിങ്ങളിൽ നിൽക്കുന്ന ആളുകളാണല്ലോ അല്ലെ ഈ ഇവരൊക്കെ നിൽക്കും. ഓക്കെ ഓക്കെ. അങ്ങനെയാകുമ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താലും നിങ്ങൾക്ക് അത് നഷ്ടം വരില്ല. നിങ്ങൾക്ക് പെട്ടെന്ന് എന്ത് ചെയ്യുക, സ്കെയിലപ്പ് ചെയ്യുക, നിങ്ങൾക്ക് അതിന്റെ ഗ്രോത്ത് എടുക്കാൻ കഴിയുമോ? ഇപ്പൊ നമ്മ കുക്ക് എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ സ്റ്റാർട്ടിങ്ങിലുള്ള ഈ കൺസ്ട്രക്ഷൻ ടൈമിലുള്ള ആളാണ്. അപ്പൊ 9 വർഷത്തോളമായി. ഓ ഓ ഓ. പിന്നെ ഒരാൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ 2-3 വർഷത്തെ കണ്ടിന്യൂസ് ആയിട്ടുള്ളത്. ഓക്കെ ഈ ജ്യൂസ് മേക്കർ എന്ന എന്റെ അനിയനാണ്, ബ്രദറാണ് അടിക്കുന്നത്. ഓക്കെ ഓക്കെ. അപ്പൊ അവര് ഇപ്പൊ നിലവിലെ ജ്യൂസ് ബീവറേജസുകളിൽ നിങ്ങൾ എന്തൊക്കെയാ സെർവ് ചെയ്യുന്നത്? സാധാരണ എന്തൊക്കെയാ കൊടുത്തോണ്ടിരിക്കുന്നത് നിലവില്? ഷെയ്ക്ക്, ഫലൂദ, ഫ്രൂട്ട് സലാഡ്, ആ ഐറ്റംസ് പോകുന്നുണ്ട്. ഓക്കെ ഓക്കെ. ഈ ജ്യൂസ് നമ്മളിപ്പോ വെറൈറ്റീസ് ഓഫ് ജ്യൂസ് പിന്നെ സ്മൂത്തീസോ അങ്ങനെ എന്തെങ്കിലും ബബിൾ ടീയോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങളോ ഇല്ല, കൊടുക്കുന്നുണ്ട്? അങ്ങനെ വെറൈറ്റി അങ്ങനെയൊന്നും ഇല്ല. ഇല്ല ഇല്ല. ഓക്കെ. പിന്നെ നമുക്ക് വരുന്ന സാൻഡ്വിച്ച് പോകുന്നുണ്ട്. സാൻഡ്വിച്ച് ആണ് അത്യാവശ്യം ബിസിനസ് ഉള്ളത് അവിടെ. സാൻഡ്വിച്ച് അല്ലെ? സാൻഡ്വിച്ചിൽ എന്തെങ്കിലും വെറൈറ്റീസ് ഉണ്ടോ? സോസുകളിലോ കാര്യങ്ങളിൽ എന്തെങ്കിലും വെറൈറ്റീസ് അങ്ങനെ എന്തെങ്കിലും ഡെവലപ്പ് ചെയ്തു? വെറൈറ്റീസ് ഇല്ല. അത് നമ്മൾ അവിടെ എന്താണെന്നറിയാം, അവിടെ ദ്വീപില് അമിനി ദ്വീപില് ആദ്യമായിട്ട് സാൻഡ്വിച്ച് കൊടുത്തു തുടങ്ങി നമ്മളാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ആ ഒരു ഇതിൽ വെച്ചിട്ട് ഫസ്റ്റ് കം ഫസ്റ്റ് എന്ന് പറഞ്ഞില്ല, അപ്പൊ ആ ഒരു ഇതില് കണ്ടിന്യൂ ആയിട്ട് പോകുന്നുണ്ട്. അപ്പൊ അവിടെ നിന്ന് അതിന് ബിസിനസ് കിട്ടും. അതിങ്ങനെ റൺ ചെയ്തോണ്ടിരിക്കുകയാണ് അല്ലെ? ഫസ്റ്റ് മൂവർ എന്നുള്ള ഇത് കിട്ടിയിട്ട് നമുക്ക്. അപ്പൊ ഇനി ഞാൻ പറയുന്നത് സാൻഡ്വിച്ചുകളിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു. നമ്മളെ കളിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നു ഇപ്പോ. നമ്മളൊന്നും മാറിയിട്ടില്ല, അതാണ്. ഇറ്റാലിയൻ കുസിൻസിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ സാൻഡ്വിച്ചിൽ കൊണ്ടുവന്നു. അതെ. അങ്ങനെയൊക്കെ നമുക്ക് പിന്നെ ഒരു ചെറിയ എല്ലാം ഒന്നിച്ച് നടപ്പിലാക്കുക എന്നുള്ളതല്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈച്ച് മന്ത് ഓരോ മാസം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓരോ വെറൈറ്റീസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റിക്കഴിഞ്ഞാൽ ആളുകൾ നമ്മളെ തന്നെ ഫോക്കസ് ചെയ്യും. കാരണം നമുക്ക് നമ്പേഴ്സ് ആളുകളല്ലേ ഉള്ളൂ അവിടെ. നമ്മളെ ഫോക്കസ് ചെയ്യും. നമ്മളെ ഫോക്കസ് ചെയ്യുമ്പോൾ അവർക്ക് ഇത് ഏറ്റവും ഇൻട്രസ്റ്റഡ് ആയിട്ട് മാറുമ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞ രൂപത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അവരുടെ റിവ്യൂസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ ഇട്ടുകൊണ്ടിരിക്കുക. അവർ കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് നല്ല സാറ്റിസ്ഫൈഡ് ആയി, അല്ലെങ്കിൽ അവരുടെ സെൽഫി എടുക്കുന്നു, അത് നമ്മുടെ സോഷ്യൽ മീഡിയയിലും നമ്മളെ ടാഗ് ചെയ്യിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കിത് സ്കെയിലപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ബ്രാൻഡിന് പെട്ടെന്ന് വേറെ അടുത്തേക്ക് കൊണ്ടുപോയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പോപ്പുലാരിറ്റി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ലിമിറ്റഡ് നമ്പേഴ്സ് ഉള്ള ആളുകളുടെ ഇടയിൽ നിങ്ങൾ ഇനി എത്ര കാലം ബിസിനസ് ചെയ്താലും നിങ്ങൾക്ക് ഇതിന്റെ സ്കെയിലപ്പിന് ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. പിന്നെ ബേസിക് തുടങ്ങേണ്ടി വരും. നിങ്ങൾക്ക് ഗ്രോത്ത് കിട്ടില്ല. ഈ ഒരു ലിമിറ്റ്, ഈ അമിനി ദ്വീപിൽ നിന്ന് മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് ഇതിന്റെ സ്കെയിലപ്പ് പറ്റില്ല ഒരിക്കലും. അവിടെ നിങ്ങൾ സ്റ്റെക്ക് ആവും. ഒരു ടൈം വരുമ്പോൾ നിങ്ങൾ സ്റ്റെക്ക് ആവും. പിന്നെ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പ്രയാസം വരും. അപ്പൊ അതിന് നിങ്ങൾ ചെയ്യേണ്ടത്, ഇത് നല്ല രൂപത്തിൽ ഇതിന്റെ ബഗ്സുകളൊക്കെ മാറ്റി ഇതിന്റെ എല്ലാ ഏരിയാസും നിങ്ങൾ എന്ത് ചെയ്യുക, സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് കോപ്പി പേസ്റ്റ് ചെയ്യാം. നിങ്ങൾ അടുത്ത ദ്വീപിലേക്ക് നിങ്ങൾക്ക് എന്തായാലും അവിടെ എക്സ്പീരിയൻസ് ആണല്ലോ.
അപ്പൊ അതെ ദ്വീപിലേക്ക് നിങ്ങൾക്ക് പോവാം. ഇനിയിപ്പം കൂടുതൽ പിന്നെ ഈ ടൂറിസ്റ്റുകളൊക്കെ വരുന്ന ഏരിയകളിലേക്കൊക്കെ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു പോപ്പുലാരിറ്റി കിട്ടും നിങ്ങൾക്ക്. അതെ 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 കാരണം ഇത്രയും സ്ഥലങ്ങളിലുള്ള ഒരു ബ്രാൻഡാണ് ഈ വരുന്നതെന്ന് പറയുമ്പോൾ അതിനൊരു പോപ്പുലാരിറ്റി ഉണ്ടാവും. അതെ അതെ ഞാൻ ഇന്നലെ സാറിനോട് പറഞ്ഞത് നമുക്ക് ഇൻസ്റ്റാഗ്രാം നമ്മൾ എന്ത് ചെയ്യണം, നല്ല രൂപത്തിൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കൊണ്ടുവരണം. അതെ അതെ അതിൽ പണം ഒന്നും ഇൻവെസ്റ്റ് ചെയ്യണ്ട. നമ്മൾ റെഗുലർ ബേസിൽ അതിൽ എന്ത് ചെയ്താൽ മതി, കണ്ടന്റ് പോസ്റ്റ് ചെയ്യാൻ കഴിയുന്ന രൂപത്തിൽ സ്ട്രാറ്റജികൾ കൊണ്ടുവന്നാൽ മതി നമ്മൾ. ഓക്കെ, അതെ അതെ നാളെ സാറിന് ഡെലിവറി ചെയ്യുന്നുണ്ട്. എന്തൊക്കെ പിന്നെ കണ്ടന്റുകളാണ് നമ്മൾ ചെയ്യേണ്ടത്, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നാളെ സാറിന് അതിന്റെ പിന്നെ ഡീറ്റെയിൽ തരുന്നുണ്ട്. ഓക്കെ ഓക്കെ. ഓക്കെ. ദെൻ നമ്മുടെ അടുത്തത് പിന്നെ നമ്മുടെ സർവീസ് ആണ്. സർവീസ് സെക്ടർ എങ്ങനെയാ നമുക്ക് പോകുന്നത് ഇപ്പം നിലവിൽ? സർവീസിലെ സ്റ്റാഫ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അവരും എക്സ്പീരിയൻസ്ഡ് അല്ല. ഉം. ഉള്ളതിൽ ഒരാള് ഓക്കെ, അയാള് ഗവൺമെന്റിന്റെ ഏതൊരു ചെറിയ റിസോർട്ടിലൊക്കെ വർക്ക് ചെയ്തൊരു എക്സ്പീരിയൻസ് ഉണ്ട്. ബാക്കിയുള്ള ആൾക്കാരൊക്കെ അവിടെ നിന്ന് ഡയറക്റ്റ് ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാർ വെച്ചാണ് പോകുന്നത്. ഓക്കെ ഓക്കെ. നമ്മളെ ദ്വീപിലുള്ള ആളുകൾ തന്നെയാണോ അല്ലെങ്കിൽ ഇല്ല, അവിടുത്തെ ആൾക്കാര് ദ്വീപിലുള്ള ആളുകൾ? ഓക്കെ. ആളുകളെ നമ്മളെ പിന്നെ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവർ ബെറ്റർ ആവുമോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ട്രെയിനിങ് കൊടുത്ത് റെഡിയായി വരും. ആവും അല്ലേ? അവർക്ക് അറിയില്ല, അവര് നിന്ന് പരിചയമില്ല, അവിടെ എക്സ്പീരിയൻസ് ഇല്ല. ഓക്കെ 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 ഓക്കെ. ഇവര് ഏജ് ഉള്ള ആളുകളാണോ അല്ലെങ്കിൽ ഇല്ല കുട്ടികളാണ്. ഓക്കെ ഓക്കെ. ബിലോ 25 ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. അവര് ആളുകളും ഒക്കെ ആയിട്ടുള്ള കോൺവെർസേഷൻ ഒക്കെ എങ്ങനെയാ? കസ്റ്റമറൊക്കെ ആയിട്ടുള്ള ഒരു ബന്ധം ഒക്കെ എങ്ങനെയായിരിക്കും ഇവർ വന്നു കഴിഞ്ഞാല്? അതെങ്ങനെ റഫീഖ്? അത് നല്ല ഇതാണ്, സന്തോഷത്തിലും സൗഹൃദത്തിലാണ് പെരുമാറുന്നത്. ഓക്കെ ഓക്കെ. ഈ ആളുകൾ വന്ന് നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്യുന്ന സമയത്ത് ആളുകൾ പറയുന്ന സാധനം കൊടുക്കുക എന്നുള്ള ഒരു സിസ്റ്റം ആണോ ഇവർ ഫോളോ ചെയ്യുന്നത്? എന്താണ് ഇവരുടെ ഒരു ഫോർമാറ്റ്? ഇവര് ആളുകളുമായിട്ടുള്ള ഒരു സെയിൽസിന്റെ ഫോർമാറ്റ് എങ്ങനെയാണ്? കൂടുതലും അതാണ്. നമ്മളെ കുറെ പ്രാവശ്യം പറഞ്ഞു നമ്മൾ അവിടെ ആളുകൾ വരും, നമ്മളെയുള്ള മെനു എന്താന്നുള്ള ആളുകൾക്ക് അറിയാം. അപ്പൊ അവർ ഓർഡർ ചെയ്യുന്ന സാധനം എന്താണോ അത് കൊടുക്കുക എന്നുള്ള ഒരു സിസ്റ്റം ആയിരിക്കും. സെല്ല് ചെയ്യാനുള്ള ഇതില്ല, പ്രൊഫഷണൽ ഇല്ല. ശരിക്കും നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അത് വിൽക്കാൻ സാധിക്കണം, അങ്ങനെയൊന്നുമില്ല. അവര് പറയുന്നത് നമ്മൾ ഓർഡർ എടുത്ത് പോകാം. ഏത് അവരെ കൊണ്ട് എന്ത് പറയിപ്പിക്കണം ആ സ്കില്ലും ഇല്ല അവർക്ക്. യെസ്. അങ്ങനെ വരുമ്പോഴുള്ള പ്രോബ്ലം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ലാഭം കൂടുതൽ കിട്ടുന്ന വിഭവം നമുക്ക് കൊടുക്കാൻ കഴിയില്ല. അവര് ചോദിക്കുന്നത് ചിലപ്പോൾ നമ്മുടെ ലാഭം കുറഞ്ഞ ഏതെങ്കിലും ഐറ്റംസുകളായിരിക്കും അവർ ഓർഡർ ചെയ്യുക. അപ്പൊ അത് നമ്മൾ കൂടുതൽ വിറ്റ് കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രോഫിറ്റബിലിറ്റി കുറയും. അതെ അതെ, സ്കില്ലിന്റെ പ്രശ്നമുണ്ട്. ഓക്കെ ഓക്കെ. സെയിൽസ് സ്കില്ലിന്റെ പ്രശ്നം. ഓക്കെ ഓക്കെ. ഇപ്പം നിലവില് പിന്നെ നമ്മുടെ പിന്നെ ഐറ്റം ബേസ് സെയിൽ എനിക്ക് ഫുള്ളി ചെക്ക് ചെയ്തിട്ടില്ല ഞാൻ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, നിങ്ങളുടെ അഭിപ്രായത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് മൂവ് ചെയ്യുന്ന ഐറ്റംസുകൾ എന്തൊക്കെയായിരിക്കാം? നിലവില് ഇപ്പൊ അൽഫാം ഉണ്ട്. അൽഫാം ക്വാർട്ടർ ആണ് കൂടുതൽ പോകുന്നത്. പിന്നെ സാൻഡ്വിച്ച് പോകും. പിന്നെ ബിരിയാണി പോകും, ചിക്കൻ ബിരിയാണി. പിന്നെ ഉണ്ടോ റഫീഖ്? മന്തി ഉണ്ടാക്കുന്ന ഒരു 2-3 ഫുഡാണ്. നെക്സ്റ്റ് ഇതിൽ പോയി കഴിഞ്ഞാൽ അൽഫാം മന്തി. പിന്നെ ഇതായിരിക്കും കച്ചവടത്തിന്റെ പകുതിയും ചിലപ്പോ. ഇത്ര ഐറ്റം കൂടുമ്പോ അന്നത്തെ ദിവസം കച്ചവടത്തിന് പകുതി, ബാക്കിയെല്ലാം കൂടിയിട്ടാണ് ബാക്കി വരുന്നത്. ഓക്കെ 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 ഓക്കെ. ഈ പിന്നെ നമുക്ക് ഈ സാൻഡ്വിച്ച് പോകുന്നതിനോടൊപ്പം ജ്യൂസുകൾ സ്ഥിരമായി അങ്ങനെ പോകുന്നുണ്ടോ? അല്ലെ സാൻഡ്വിച്ച് സെപ്പറേറ്റ്? സാൻഡ്വിച്ച്, ചായ, നമുക്ക് സ്നാക്സ് അവിടെ തീരെ കൊടുക്കുന്നത് 1-2 ഐറ്റം വളരെ കുറച്ച്. ഓക്കെ. ഈ പിന്നെ ബർഗർ ഉണ്ടോ? നമുക്ക് സാൻഡ്വിച്ചും ബർഗറും പോകുന്നുണ്ടോ നമുക്ക്? അല്ലെ സാൻഡ്വിച്ച് മാത്രമേ? എങ്ങനെ ലോങ് ബന്നിലാണോ നമ്മൾ കൊടുക്കുന്നത്? സാൻഡ്വിച്ച് ഇല്ലല്ല, സാൻഡ്വിച്ച് മാത്രമേ ഉള്ളൂ. ബ്രെഡിലുള്ള സാൻഡ്വിച്ച് മാത്രമേ ഉള്ളൂ. ബർഗർ ആയിട്ട് കൊടുക്കുന്നില്ല അല്ലെ? ഇല്ല ഇല്ല. ഈ ബ്രെഡ് തന്നെ സാധാ ചെറിയ ബ്രെഡാണ് അവിടെ, വലിയ ബ്രെഡ് സാൻഡ്വിച്ച് ബ്രെഡ് ഒന്നും കിട്ടുന്നില്ല. ഇത് നമുക്ക് ലോക്കലി കിട്ടാണോ ബ്രെഡ്, അല്ലെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോകുന്ന ബ്രെഡ് തന്നെയാണോ? ഇല്ല, ലോക്കൽ ബ്രെഡ്. കൊണ്ടുപോയി കീപ്പ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടല്ലോ. ലോക്കൽ. ഓക്കെ ഓക്കെ ഓക്കെ. അവർക്ക് പിന്നെ ഇതില്ല അല്ലെ, ബർഗർ ബന്നില്ല? ബൺ അവൈലബിൾ ആണ്, ലോക്കൽ ബൺ കിട്ടും. അത് നേരത്തെ ഒക്കെ കൊടുത്തിട്ടുണ്ടായി, പിന്നെ അത് സാൻഡ്വിച്ചിനെക്കാളും ബിസിനസ് വരാത്തതുകൊണ്ട് കൊടുത്തില്ല. ഓക്കെ 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 ഓക്കെ. ട്രൈ ചെയ്യാൻ കുഴപ്പമില്ല. എനിക്കൊരു ചെയ്തുണ്ടായിരുന്ന ലോങ് ബൺ ഉണ്ടല്ലോ, അതിനകത്ത് കൊടുത്ത് ഇപ്പൊ കവറത്തിലൊക്കെ ട്രെൻഡിങ് ആണ് ലോങ് ബ്രെഡ്. പക്ഷേ അത് കിട്ടുന്ന ഇത് മേക്കുന്ന വേറെ ബേക്കറി അവർക്ക് പോയ പറയായാലും അതിന്റെ മോഡില്ല, പിന്നെ അതില്ല ഇതില്ല എന്ന് പറഞ്ഞിട്ട് അവൈലബിലിറ്റിയുടെ പ്രശ്നമാണ്. മറ്റേ പിന്നെ നീളത്തിലുള്ള ഹോട്ട് ഡോഗ് ആയിട്ടുള്ള തന്നെ അല്ലേ? അതെ അതെ അതെ. ഓക്കെ ഓക്കെ.
ട്രൈ ചെയ്യാം. ഫില്ലിംഗ് എന്താണ് ഇപ്പം കൊടുത്തോണ്ടിരിക്കുന്നത്? നമുക്ക് സാൻഡ്വിച്ചിന്റെ ഫില്ലിംഗ് എന്താണ് നമ്മളിപ്പോ ചെയ്യുന്നത്? അതന്നെ റഫീഖെ. ക്യാബേജ്, അല്ല, നമ്മൾ അതിന്റെ ഉള്ളിലുള്ള ഫില്ലിംഗ് എന്തൊക്കെയാണോ ഒന്ന് ജസ്റ്റ് ഒന്ന് പറയോ, ഇൻഗ്രീഡിയൻസ് എന്തായിരുന്നു എന്നുള്ളത്? ചിക്കൻ ഉണ്ടാവും അതില്. ചിക്കൻ ഫ്രൈ ചെയ്ത് വെക്കുകയാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ചിക്കന്റെ പാറ്റി ആണോ ഫ്രൈ ചെയ്ത് വെക്കുകയാണോ ചെയ്യുന്നത്? ഓക്കെ. ചെയ്ത് പൊടിയാക്കിയിട്ടാണ് മിക്സ് ചെയ്യാറ്. എങ്ങനെ? ഫ്രൈ ചെയ്ത സാധനം കൈകൊണ്ടെടുത്ത് പിച്ചിട്ട് പിച്ചിട്ടിട്ട്. ഓക്കെ 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 ഓക്കെ. അതിൽ ക്യാബേജും പിന്നെ മയോണൈസ് സോസും. ഓക്കെ ഓക്കെ കൊടുക്കുന്നത്. ഓക്കെ. ഈ പിന്നെ സോസുകൾ ഇത് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ, അല്ലാതെ വേറെ ജലപ്പിനോ സോസ് അങ്ങനെയൊന്നും പറഞ്ഞിട്ടുള്ള വേറെയുള്ള സോസുകളൊന്നും നമ്മൾ കൊടുക്കുന്നില്ല അവർക്ക്? നമ്മളവിടെ മേക്ക് ചെയ്യുന്ന ഇത് മാത്രമേ ഉള്ളൂ, ടൊമാറ്റോ സോസ്. മറ്റേ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന സോസ് അല്ല, നമുക്ക് ടൊമാറ്റോ സോസും മയനീസും മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. അതുകൊണ്ട് മാത്രമേ ഉള്ളൂ. ഓ, അത് ശരി. ഓക്കെ. അത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാല് അത് മാത്രമാണ് അവർ കണ്ടത്. നേരത്തെ ഉള്ള ഉണ്ടാക്കിയ ആൾ കാണിച്ചു കൊടുത്ത ആ സാധനം ബാക്കി അറിയില്ല. ഒരുപാട് വെറൈറ്റീസ് നമുക്ക് ഈ പറയുന്ന അങ്ങനെയുള്ള സാധ്യതകൾ നിങ്ങളുടെ മുമ്പിൽ ഒരുപാടുണ്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന. ഓക്കെ. ഇപ്പൊ നമ്മൾ സാൻഡ്വിച്ചിന് എത്രയാണ് നിങ്ങൾ അവിടെ ചാർജ് ചെയ്യുന്നത്? 50 rupees. 50 rupees. 3 ബ്രെഡ്. ഓ, പിന്നെ ഡബിൾ ഡെക്കർ ആയിട്ടാണ് വെക്കുന്നത് അല്ലേ? 3 ബ്രെഡ്, 2 ഫില്ലിംഗ് ആയിട്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അത് എത്ര നമ്പേഴ്സ് നമുക്ക് ഒരു പെർ ഡേ സെയിൽ നടക്കുന്നുണ്ട്? അത് അപ്രോക്സിമേറ്റ് അതൊരു 50 പോകും അല്ലേ ദിവസം? അപ്രോക്സിമേറ്റ്. കൂടുതലും കുറയാൻ ചാൻസ് കുറവാണ്. എന്നാലും ഒരു 50 പീസ് ഒക്കെ പോകുന്നുണ്ടാവും അല്ലേ? 50 ഒക്കെ പോകും. ഓക്കെ ഓക്കെ. 50-100 ഒക്കെ പോയ ദിവസങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ. ഈ 50 പീസ് പോകുന്നതിൽ നമുക്കൊരു 20 പീസ് നമുക്ക് സ്പെഷ്യൽ ഐറ്റംസിലേക്ക് മാറ്റാൻ കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു വേറൊരു ഗ്രോത്ത് കിട്ടുമല്ലോ അവിടെ. അതെ. ഓക്കെ. അപ്പൊ അങ്ങനെ നമുക്ക് അതിനെ പറ്റി ഒന്ന് പ്ലാൻ ചെയ്യാതെ. ഓക്കെ. ഈ ബിരിയാണിയുടെ പിന്നെ നമ്മുടെ ഒരു സിറ്റുവേഷൻ എന്താ? ബിരിയാണി നമുക്ക് പിന്നെ എത്രത്തോളം നമ്മൾ പ്രൊഡക്ഷൻ ഉണ്ട് ഓരോ ദിവസവും? അവിടെ സെയിൽ വരുന്നത് 30, ആവറേജ് 30 ഒക്കെയാണ് അല്ലേ റഫീഖെ? ഒരു 30 എണ്ണം. CB 30 പോകും, പിന്നെ ബീഫ് അതിലും കുറവായിരിക്കും. ഓക്കെ ഓക്കെ. പിന്നെ ചില സമയത്തുള്ള ഓർഡർ, സ്പെഷ്യൽ ഓർഡർ വരുമ്പോഴും. ഓക്കെ. നമുക്ക് 1 കിലോ റൈസ് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര ബിരിയാണി കിട്ടുന്നുണ്ടെന്ന് അങ്ങനെ നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? എത്ര ബിരിയാണി കിട്ടുന്നുണ്ടാവാം? നോക്കിയിട്ടുണ്ടോ അങ്ങനെ? നോക്കിയിട്ടുണ്ട്. അപ്രോക്സിമേറ്റ് എത്ര എണ്ണം കിട്ടുന്നുണ്ടാവാം? അപ്രോക്സിമേറ്റ് മതി, കറക്റ്റ് ഒന്നും വേണമെന്നില്ല. 8 ബിരിയാണി അങ്ങനെ എന്തോ 1 കിലോ അരിക്കാം. 1 കിലോ റൈസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എത്രയുടെ ബാച്ചാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാറുള്ളത്? ഒരു ദിവസം നിങ്ങൾ എത്ര കിലോ അരിയാണ് ആദ്യം പ്രിപ്പയർ ചെയ്യുക? നോർമൽ ഒരു 4 കിലോ അരി, 4 കിലോ റൈസ്. അപ്പൊ 4 കിലോ റൈസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അപ്രോക്സിമേറ്റ് എത്ര ബിരിയാണി കൊടുക്കാൻ കിട്ടാറുണ്ട്? അപ്രോക്സിമേറ്റ് ഏകദേശം ഒരു 20-25-30 ബിരിയാണി. 30 ബിരിയാണി. ഓക്കെ. ഏകദേശം ഒരു പിന്നെ 7 ബിരിയാണി 8 ബിരിയാണി വെച്ചിട്ട് നമുക്ക് പെർ kg കിട്ടുന്നുണ്ട്. അത് കറക്റ്റാണ്, അത് വലിയ പ്രോബ്ലം ഇല്ല. അതൊരു പിന്നെ ആവറേജ് നമുക്ക് അതിന്റെ ക്വാണ്ടിറ്റി കിട്ടുന്നുണ്ട്. ഓക്കെ. അൽഫാം നമ്മൾ എത്രയാ ചാർജ് ചെയ്യുന്നത് നിലവില്? ക്വാർട്ടറിന് 200 അല്ലേ? മന്തി എങ്ങനെയാ നമ്മൾ ചാർജ് ചെയ്യുന്നത്? നിലവില് നമ്മൾ അവിടെ മെനു ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടോ? നമ്മൾ ഫിസിക്കൽ മെനു ഉണ്ടോ നമുക്ക്? ഫിസിക്കൽ മെനു ഉണ്ടോ? റെഡി ഉണ്ടോ? ഇല്ലാണ്ടല്ലേ? ഇല്ല, ഫിസിക്കൽ മെനു ഇല്ല. അപ്ഡേഷൻ ഒക്കെ വന്നപ്പോ പിന്നെ അത് കണ്ടിന്യൂ ചെയ്തിട്ടില്ല. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞ ഓർഡർ എടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? അതെ. ഓക്കെ ഓക്കെ. നമുക്കൊരു ഫിസിക്കൽ മെനു സെറ്റ് ചെയ്തൂടാ? നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫിസിക്കൽ മെനു ഒന്ന് സെറ്റ് ചെയ്തൂടാ നമുക്ക്? ചെയ്യാം. ഓക്കെ. ഈ സർവീസിലുള്ള ആളുകള് പിന്നെ കൃത്യമായിട്ടുള്ള
ടൈമൊക്കെ നമുക്ക് കീപ്പ് ചെയ്യാറുണ്ടോ? ഓപ്പണിംഗ് ടൈമും ക്ലോസിംഗ് ടൈമിലും ഒക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് അവർ ആ ഉണ്ടാവാറുണ്ടോ? സ്റ്റാഫിന്റെ ഷിഫ്റ്റ് ഒക്കെ കറക്റ്റ് വർക്ക് ചെയ്യാറുണ്ടോ? അത് ചെയ്യാറുണ്ട്. ചെയ്യാറുണ്ട് അല്ലേ? ഓക്കെ ഓക്കെ. പിന്നെ നമുക്ക് ഈ 3 സ്റ്റാഫ് സർവീസിൽ എത്ര സ്റ്റാഫാണ് നമുക്ക് വരുന്നത്? സർവീസിൽ ഇപ്പൊ 4 പേരുണ്ട്. 3 പേരാണ് ഇപ്പൊ ഉള്ളത്, നിലവിലുള്ളത്. 3 പേരാണ് നിലവിൽ വർക്ക് ചെയ്യുന്നത് സർവീസിൽ. ഓക്കെ. പിന്നെ നമുക്ക് അഡീഷണൽ വരുന്ന എന്താണ്, ക്ലീനിങ് സ്റ്റാഫുകൾ ഉണ്ടോ? ഇല്ല. പിന്നെ നമുക്ക് ബിവറേജ് സെക്ഷൻ 2 പേരുണ്ട് അല്ലേ? ബീവറേജില്. ഓക്കെ. പിന്നെ റഫീഖ് ഉണ്ടായി, മാനേജർ ഉണ്ടാവും. മാനേജർ. ഓക്കെ. ബീവറേജിലുള്ള 2 പേര്, ഒരാൾ എന്താണ് ഡ്യൂട്ടി എന്തായിരിക്കും? ഒരാളെ ജ്യൂസും കാര്യങ്ങളും ഒക്കെ നോക്കും, ഒരാൾ ടീ, ഒരാളെ ടീയും സാൻഡ്വിച്ച് അങ്ങനെ. ഓക്കെ ഓക്കെ ഓക്കെ, ശരി. പിന്നെ ബില്ലിങ് ഇവരാ ചെയ്യാം, ആരെങ്കിലും ഒരാളെ ബില്ലിങ്. ബീവറേജിലുള്ള ആൾ തന്നെയാണോ ബില്ലിംഗ് ചെയ്യുന്നത്? മാറി മാറി ആരെങ്കിലും, മാനേജർ ഉണ്ടാവും, മാനേജർ. ഓക്കെ ഓക്കെ ഓക്കെ. ഇവരിൽ നിന്ന് വേറെ നമുക്ക് നമുക്ക് വലിയ ചലഞ്ചസുകളായിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും നമ്മൾ നേരിടുന്നില്ല. നമ്മൾ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് കൃത്യമായിട്ട് കീപ്പ് ചെയ്യാൻ അത് പ്രശ്നമില്ല. ഇവരുടെ ഒരു ഇൻകാപ്പബിലിറ്റി ആണ് മൊത്തം പ്രശ്നത്തിന് കാരണം. ബാക്കി ഇതൊന്നും കുഴപ്പമില്ല, പറഞ്ഞാൽ ചെയ്യിപ്പിച്ചാൽ ചെയ്യും. എനിക്ക് തോന്നുന്നു അത് അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു ട്രെയിനിങ്, അവരെന്തെന്ന് വർക്ക് കറക്റ്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവർ മാറും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അവർക്ക് ഗൈഡ് ചെയ്യാൻ വേണ്ടി ഒരാളെ കിട്ടിക്കഴിഞ്ഞാല്, ഈ ചെഫിന് എന്നോട് 1-2 പ്രാവശ്യം പറഞ്ഞു, പുതിയൊരു കുക്കിനെ കൊണ്ട് വീണ്ടും പഠിക്കാമെന്നോ, 1-2 ഐറ്റം വീണ്ടും പഠിക്കാമെന്നൊക്കെ പറഞ്ഞിരുന്നു. ആ ഒരു ഓപ്ഷനൊക്കെ വരുമ്പോഴത്തേക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ വരുന്ന ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കാൻ മടി ഉണ്ടാവുമല്ലോ. ഇപ്പൊ നിങ്ങള് സാറിപ്പോ പറഞ്ഞ പോലെ ഇതിന് വേണ്ടി വരുന്ന ആൾക്കാരാണെങ്കിൽ കറക്റ്റ് വന്ന് 1-2 ആഴ്ച പഠിപ്പിച്ചു പോയിക്കോളും, കുഴപ്പമില്ല. ബാക്കി ആൾക്കാർ വരുമ്പോൾ ജോലി പഠിപ്പിച്ചു കൊടുക്കാൻ എല്ലാവർക്കും താല്പര്യമില്ലല്ലോ. എന്റെ ജോലി പേരും കൊണ്ടുപോയി പോകാന്നുള്ള ആ ഒരു, എന്റെ മറച്ചൊക്കെ ആ സാധനമൊക്കെ ഉപയോഗിക്കാം, പൊടികളൊക്കെ ഇടുന്നത്, അങ്ങനെ ഉണ്ടല്ലോ. അതൊക്കെ പൊതുവെ മാറി. ആ പഴയ കുക്കുമാരാണ് അത് ചെയ്യുന്നത്. ഹെൽപ്പറായി കുക്കായിട്ട് മാറുന്ന ആളുകളുണ്ടല്ലോ, അവരാണ് ഒരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കാതൊക്കെ ഇരിക്കുന്നത്. ഇപ്പൊ ഈ പ്രൊഫഷണലി പഠിച്ചിറങ്ങുന്നവരൊക്കെ അവരെന്ത് റെസ്റ്റോറന്റിൽ വരുവാണെങ്കിലും അവരെന്ത് ചെയ്യും, ആദ്യം അവിടെ റെസിപ്പി സെറ്റ് ചെയ്യും, അവർ ഇത് ഡോക്യുമെന്റ് ചെയ്യും, എന്നിട്ടാണ് അവരത് പ്രൊഫഷണൽ ആയിട്ട് മാറ്റുള്ളൂ. ഓക്കെ. ഇവിടെ നമ്മള് നിലവില് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഇവർക്ക് കൃത്യമായിട്ട് ഇവരുടെ ജോബ് റോളുകൾ സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മളിപ്പോ ഷെഫ്, നമ്മുടെ ഒരു ഹയറാർക്കി ലെവലിൽ ഒരു ഷെഫിനെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കിച്ചണിൽ അയാളുടെ ഉത്തരവാദിത്തമായിരിക്കണം. ആ കിച്ചൺ പെർഫോം ചെയ്യുന്നത് അയാളുടെ ഉത്തരവാദിത്തമായിട്ട് മാറ്റണം. അതാരാണെന്നുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നിങ്ങൾ എന്നിട്ട് പറയുന്ന ആൾക്ക് നമുക്ക് എന്ത് ചെയ്യാം, റെസ്പോൺസിബിലിറ്റി കൃത്യമായിട്ട് നമ്മൾ തയ്യാറാക്കി അയാൾക്ക് കൊടുത്ത് അയാളോട് അത് കൃത്യമായിട്ട് നോക്കിയിട്ട് അയാളുടെ ഫീഡ്ബാക്ക് എടുക്കുക. നമ്മൾ അദ്ദേഹത്തിനും പറയാനുണ്ടാവും, ഇതിൽ ഇന്ന കാര്യങ്ങൾ ചിലപ്പോൾ എനിക്ക് ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ ഇന്ന കാര്യം എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് അദ്ദേഹം തന്നെ ഫീഡ്ബാക്ക് ചെയ്യും. അതിനനുസരിച്ച് അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റി സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അദ്ദേഹത്തിന്റെ കീഴിലായിരിക്കണം ബാക്കിയുള്ളവരുടെ കാര്യങ്ങൾ നടക്കേണ്ടത്. ഇങ്ങനെ മാത്രമേ നമ്മുടെ കിച്ചൺ കൃത്യമായിട്ടുള്ള ഒരു ഫ്ലോയിൽ വർക്ക് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ കസ്റ്റമർ എന്ന് ഓർഡർ ചെയ്യുമ്പോൾ അത് സ്ലോ ആവുക, അല്ലെങ്കിൽ ഐറ്റംസുകളുടെ മാറ്റങ്ങൾ സംഭവിക്കുക, ഓർഡർ ചെയ്ത് ചിലപ്പോൾ വേറെ ഐറ്റംസ് ആയിട്ട് കയറി പോവുക, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വരും. അപ്പൊ ഇത് ഇവിടെ മോണിറ്ററിംഗിൽ ഉണ്ട് എങ്കിൽ ഇത് ഇവിടെ കൃത്യമായിട്ട് കിച്ചൺ എന്ത് ചെയ്യും, കറക്റ്റ് ഫ്ലോയിൽ വർക്ക് ചെയ്തോളും. ഓക്കെ. ഇതേപോലെ തന്നെ നമുക്ക് എന്ത് വേണം, നമ്മുടെ ഫ്രണ്ട് ഹൗസിൽ അഥവാ നമ്മുടെ ഡൈനിങ്ങിലും നമുക്ക് എന്ത് ചെയ്യണം, ഇതേപോലെ ഒരു ഹയറാർക്കി സിസ്റ്റം കൊണ്ടുവരണം. മാനേജർ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നോക്കേണ്ട ആളാണ്. മാനേജറെ നമ്മൾ ഹയറാർക്കി പൊസിഷനിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് കാര്യമില്ല. ഇവർ ഇവരുടെ 2 സെക്ഷനായിട്ട്, ഡൈനിങ് ഒരു സെക്ഷനും അതേപോലെ കിച്ചൺ ഒരു സെക്ഷനും ആയിട്ട് മാറ്റിയിട്ട് അവിടെ ഒരു ഹയറാർക്കി സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇവർ മോണിറ്റർ ചെയ്യണം അവിടുത്തെ കാര്യങ്ങൾ. ഓക്കെ. രാവിലെ നമ്മുടെ ഡൈനിങ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നീറ്റ് ആൻഡ് ക്ലിയർ ആയിരിക്കണം നമ്മുടെ ഡൈനിങ് ഏരിയ എന്നുള്ളതിന്റെ ഉത്തരവാദിത്തം ഇവർക്ക് ഉണ്ടാവണം. അതേപോലെ കിച്ചണിലുള്ള കുക്കിന്റെ ഷെഫിന്റെ ഉത്തരവാദിത്തമായിരിക്കണം ഇന്ന് ഏതൊക്കെ ഡിഷസുകൾ സ്പെഷ്യൽ ഡിഷസുകളായിട്ട് പോകണം, ഏത് ഡിഷസുകൾ കൂടുതൽ വിൽപ്പന നടത്തണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത് കിച്ചണിൽ നിന്നാണ് ആദ്യം തീരുമാനിക്കേണ്ടത്. അത് ഡൈനിങ്ങിലേക്ക് ഇൻഫർമേഷൻ കൊടുത്ത് ഡൈനിങ്ങിലുള്ള ഹയറാർക്കിയുമായിട്ട് സംസാരിച്ചിട്ട് ഹയറാർക്കി ആയിരിക്കണം ഡൈനിങ്ങിലുള്ള ആളുകളെ അത് ട്രെയിൻ ചെയ്തെടുക്കേണ്ടത്. അതിനാണ് ബ്രീഫിംഗ് എന്ന് പറയുന്നത്, ഡെയിലി ബ്രീഫിംഗ് എന്ന് പറയുന്നത്. നമ്മൾ അതിന് എന്തൊക്കെ ഡിഷസുകൾ നമ്മൾ അന്ന് വിൽക്കണം,
അതേപോലെ തന്നെ ആളുകൾക്ക് കൃത്യമായിട്ട് സെയിൽസ് ചെയ്യാനുള്ള കുറച്ച് കോൺസെപ്റ്റുകൾ കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് അവിടുത്തെ ഹയറാർക്കിയാണ്. അപ്പൊ ഈ ഹയറാർക്കിയെ നമ്മൾ കൃത്യമായിട്ടൊന്ന് ട്രെയിൻ ചെയ്ത് നമ്മൾ മെച്യൂർഡ് ആക്കി മാറ്റി കഴിഞ്ഞാൽ ആളെന്ത് ചെയ്യും, ഇത് കൃത്യമായിട്ട് ചെയ്തോളൂ അവിടെ. അതെ അപ്പൊ ഇങ്ങനെ ചെയ്തു വന്നു കഴിഞ്ഞാൽ എന്താണ് ഇതിന്റെ ബെനിഫിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാറിന് ഇനി ഇൻഹൗസ് സാറിനില്ലെങ്കിലും സാറിനെ സംബന്ധിച്ചിടത്തോളം എന്തായി, ഇവിടുത്തെ സിസ്റ്റം കറക്റ്റ് വർക്ക് ചെയ്തോളും. മാനേജർ കൂടുതൽ റിസ്ക് ഇല്ല, കാരണം ഓരോ കാര്യങ്ങളും ഓരോരുത്തരുടെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ടാവും നമ്മൾ. അവരെന്ത് ചെയ്യും, അത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് മാത്രം പിന്നെ റഫീഖ് സാർ നോക്കിയാൽ മതി. അതെ ആ കാര്യങ്ങൾ കൃത്യമായിട്ട് നടക്കുന്നില്ല എങ്കിൽ അവരെ നമുക്ക് എന്ത് ചെയ്യാം, അവരെ സെപ്പറേറ്റ് വിളിച്ച് എന്തുകൊണ്ട് ഇന്ന് ഇത് കൃത്യമായിട്ടില്ല, അല്ലെങ്കിൽ ഇന്ന് ഇവിടെ കസ്റ്റമർക്ക് ഡിലേ വന്നു, എന്തുകൊണ്ട് വന്നു എന്നുള്ളത് ആ ഹയറാർക്കി ലെവലിൽ നിൽക്കുന്ന ആളുകളോട് ചോദിച്ച് അവരതിന് റിപ്ലൈ തരാൻ തയ്യാറാവണവർ. ആ രൂപത്തിൽ അവരെന്ത് ചെയ്യണം, ട്രെയിൻ ചെയ്തെടുക്കാം. ഓക്കെ, ഇതിനെ നമ്മൾ ചെയ്യുന്ന സിസ്റ്റം എന്ന് പറഞ്ഞാൽ SOPs സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഇതെങ്ങനെയാണ് ഒരു പ്രോസസ്സ് വർക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് ഈ സ്റ്റാഫിനെ നമ്മളൊന്ന് പഠിപ്പിച്ചു കൊടുക്കും. പിന്നെ അവര് ആ ഒരു സിസ്റ്റം അനുസരിച്ച് മാത്രമേ അവിടെ വർക്ക് ചെയ്യാൻ പാടുള്ളൂ. ഇങ്ങനെ നിങ്ങളുടെ റെസ്റ്റോറന്റിനെ മാറ്റിയെടുത്ത് കഴിഞ്ഞുള്ള ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഇവിടെ നിന്ന് അടുത്തൊരു ഔട്ട്ലെറ്റ് നിങ്ങൾ അടുത്തൊരു സ്ഥലത്തേക്ക് നിങ്ങൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതേ സിസ്റ്റം എന്ത് ചെയ്താൽ മതി, ഇവിടുന്ന് കോപ്പി പേസ്റ്റ് കൊടുത്താൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട. നിങ്ങൾക്ക് ഒരു ഹെഡ് ഏക്ക് ഡേ മുതൽ കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഈ ഒരു സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് ഞാൻ നിങ്ങൾക്ക് എല്ലാ ഹെൽപ്പും ഉണ്ടാവും. ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് പിന്നെ കാര്യങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എനിക്ക് കിട്ടേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നാൽ മാത്രം മതി. ഇവിടെ നിന്ന് ഞാൻ എന്ത് ചെയ്യും, അതിനുള്ള കംപ്ലീറ്റ് ഡോക്യുമെന്റ് ഇവിടെ നിന്ന് ശരിയാക്കിയിട്ട് നിങ്ങൾക്ക് തരും. ഓക്കെ, അതേപോലെ നമ്മളിപ്പോ ഈ പറയുന്ന രൂപത്തിലുള്ള പിന്നെ പ്രോസസ്സുകളിലേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ, നമ്മളിപ്പോ ഈ ഷെഫ് പോലുള്ള ആളുകളെ നിങ്ങൾ അവിടെ കൊണ്ടുപോവുകയാണെങ്കിൽ SOP അവർ അവിടെ വന്നതിന് ശേഷം ഇംപ്ലിമെന്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഓക്കെ, അപ്പൊ ഒരു സിസ്റ്റത്തിലേക്ക് നിങ്ങൾക്ക് അവർക്ക് കൃത്യമായിട്ട് ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ദെൻ അടുത്തത് നമുക്ക് പിന്നെ ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നടക്കാൻ വേണ്ടി ഒരു ഡെയിലി മോണിറ്ററിംഗ് സിസ്റ്റം നമ്മൾ കൊണ്ടുവരണം. അവിടെ ഡെയിലി നമ്മുടെ റെസ്റ്റോറൻറ്റിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും സ്മൂത്ത് ആയിട്ട് നടന്നു എന്നുള്ളതിന് എന്ത് ചെയ്യാം, മാനേജർ പിന്നെ എന്ത് ചെയ്യണം, അത് പിന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് അതിനൊരു പിന്നെ ചെക്ക് ലിസ്റ്റ് ഞാൻ നിങ്ങൾക്ക് തരാം. ആ ചെക്ക് ലിസ്റ്റ് ബേസ് ചെയ്തിട്ട് നമ്മളിൽ എന്തൊക്കെ കാര്യങ്ങളാണ്, ചെക്ക് ലിസ്റ്റിൽ ചിലപ്പോൾ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ ഉണ്ടാവാം ഞാൻ തരുന്ന ചെക്ക് ലിസ്റ്റ്, കാരണം അത് പിന്നെ എല്ലാ കാറ്റഗറി റെസ്റ്റോറൻറ്റുകൾക്കും വേണ്ടി സെറ്റ് ചെയ്തതാണ്. അപ്പൊ നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങളൊന്ന് നോക്കി മോണിറ്റർ ചെയ്തതിന് ശേഷം അത് മാത്രം നിങ്ങൾ ഉപയോഗിക്കാം. ഓക്കെ, അങ്ങനത്തെ അത് നോക്കിയിട്ട് ഡെയിലി നിങ്ങൾ എന്ത് ചെയ്യുക, ഈ മാനേജർ എന്ത് ചെയ്യുക, ഈ പറയുന്ന കാര്യങ്ങൾ ഓൾ ഓവർ ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നടക്കുന്നുണ്ട് എന്നുള്ളത് വെരിഫൈ ചെയ്തിട്ട് സാറിന് അയക്കാം. ഓക്കെ, അപ്പൊ എന്താണ് ബെനിഫിറ്റ് എന്ന് ചോദിച്ചാൽ, മാനേജർക്ക് എല്ലാ പൊസിഷനും നോക്കി എന്നുള്ളത് മാനേജർ ഉറപ്പുവരുത്താൻ വേണ്ടി പറ്റും. ഏതെങ്കിലും നമ്മളിപ്പോ സാധാരണഗതിയിൽ മൈൻഡിൽ മാത്രം ഇട്ടിട്ട് നമ്മൾ ഇത് മോണിറ്റർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ചെക്ക് ലിസ്റ്റ് ഇല്ലെങ്കിൽ നമുക്കിത് കൃത്യമാവില്ല. ചിലപ്പോൾ നമ്മളോട് വിട്ടുപോകും, മനുഷ്യരല്ലേ, ചിലപ്പോൾ വിട്ടുപോകും. അപ്പൊ ഈ ചെക്ക് ലിസ്റ്റ് വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് അറിയും ഏതൊക്കെ പോയിന്റുകൾ ഞാൻ നോക്കേണ്ടതുണ്ട്, ചെക്ക് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് മനസ്സിലാവും. ഓക്കെ, അപ്പൊ ആ ചെക്ക് ലിസ്റ്റ് ഞാൻ അയക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പിന്നെ ഒരു സിസ്റ്റം ഇംപ്ലിമെന്റേഷന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യ ഘട്ടത്തിൽ നമ്മൾ പോകുന്നത്. അതിന് വേണ്ടി നിങ്ങൾ തരേണ്ട ഒരു കുറച്ച് ഡോക്യുമെന്റ്സ് ഉണ്ട്, ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ പിന്നെ SOP സെറ്റ് ചെയ്യുന്നതിനുള്ള ഒരു ചെക്ക് ലിസ്റ്റുകളാണിത്. ഇത് നിങ്ങളൊന്ന് പിന്നെ ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം. ഇത് പിന്നെ ഓപ്പണിംഗ് പ്രൊസീജിയർ, നമ്മുടെ റെസ്റ്റോറന്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ റെസ്റ്റോറന്റിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതിന്റെ ഒരു ചെക്ക് ലിസ്റ്റ് ആണിത്. ഫസ്റ്റ് പ്രിപ്പറേഷൻ, നമ്മളൊരു ടൈം ഫിക്സ് ചെയ്യണം. നമ്മൾ രാവിലെ അല്ലെങ്കിൽ നമ്മൾ ഈവനിങ് ആണ് തുറക്കുന്നതെങ്കിൽ ഈവനിങ് തുറക്കുന്ന ടൈം നമുക്ക് ഫിക്സഡ് ആയിരിക്കും. 4 ആണെങ്കിൽ 4
അപ്പൊ എത്ര സമയം മുമ്പ് നമ്മൾ 4 മണിക്ക് ഓപ്പൺ ചെയ്യുന്ന റെസ്റ്റോറന്റിൽ 4 മണിക്ക് നമ്മുടെ സർവീസ് സ്റ്റാഫ് വന്നാൽ പോരാ, അവരെന്ത് അതെ ചെയ്യണം? 10 മിനിറ്റ് മുമ്പെങ്കിലും അല്ലെ 15 മിനിറ്റ് മുമ്പ് അവരെന്ത് ചെയ്യണം? നമ്മുടെ റെസ്റ്റോറന്റിൽ എത്തണം. ഓക്കെ, അപ്പൊ നമ്മൾ അറൈവിംഗ് ടൈം നമ്മൾ കൃത്യമായിട്ട് അവർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കുക. Okay. പിന്നെ അവരെ വേറെ ക്ലീൻ ആൻഡ് പ്രസ്ഡ് യൂണിഫോം, അവരുടെ യൂണിഫോം ഡ്രസ് കോഡുകൾ കറക്റ്റ് ആക്കുക. നമുക്ക് യൂണിഫോം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും സിസ്റ്റം ഉണ്ടോ നമുക്ക് നിലവിൽ? ഉണ്ട്. അല്ലോ അല്ലേ? ഓക്കെ, അപ്പൊ യൂണിഫോം കോഡ് കറക്റ്റ് ചെയ്യുക, പിന്നെ ഷേവ് ചെയ്യുക, നൈല് കട്ട് ചെയ്യുക, ഇങ്ങനത്തെ ഹൈജീൻ പ്രോട്ടോകോൾ എല്ലാം അവർ കൃത്യമായിട്ട് പാലിച്ചിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഇത് ഡെയിലി റൊട്ടീൻ ആക്കി മാറ്റണം. നമ്മൾ ഇങ്ങനെ ഒരു 1 വീക്ക് എങ്കിലും നമ്മൾ കണ്ടിന്യൂസ് ഇത് ചെക്ക് ചെയ്ത് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ പിന്നീട് അവർ പെർഫെക്റ്റ് ആവും. നിങ്ങൾക്ക് അവിടെ എങ്ങനെ ഉണ്ടായി? പിന്നെ ഹെൽത്ത് പിന്നെ ഡിപ്പാർട്ട്മെന്റിന്റെ ഒക്കെ ഇത് എങ്ങനെ ചെക്കിംഗ് ഒക്കെ ഉണ്ടോ? എങ്ങനെയാണ് അവിടുത്തെ സിസ്റ്റം? അവർക്ക് ചെക്ക് ചെയ്യാൻ കിട്ടുന്ന ആ ഒരു റെസ്റ്റോറന്റ് നമ്മുടെതാണ്. ബാക്കിയൊക്കെ ഒന്നും പെർഫെക്റ്റ് അല്ലല്ലോ. അപ്പൊ ഇടക്കിടക്ക് നമ്മളോട് ഇടക്കിടക്ക് വരും. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മൾ പെർഫെക്റ്റ് ആവുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? നമ്മുടെ ബ്രാൻഡ് വാല്യൂ വർദ്ധിക്കും. നമ്മൾ കൂടുതൽ പെർഫെക്റ്റ് ആയി വരുമ്പോൾ കസ്റ്റമർ എന്ത് ചെയ്യും? കൂടുതൽ നമ്മൾ ഇഷ്ടപ്പെടുമല്ലോ. അതെ അതെ. നമ്മുടെ പിന്നെ സ്റ്റാഫിനെ കറക്റ്റ് ആയിട്ട് ഷേവ് ചെയ്യേണ്ട ആള് പിന്നെ കറക്റ്റ് ഷേവ് ചെയ്യിക്കുക, അതേപോലെ നൈല് കട്ട് ചെയ്യാം, യൂണിഫോം കറക്റ്റ് ആയിട്ട് പ്രസ് ചെയ്ത് പിന്നെ അയൺ ചെയ്ത് നല്ല രൂപത്തിലുള്ള ഡ്രസ് കോഡുകൾ യൂസ് ചെയ്യിക്കുക ഇവരെ കൊണ്ട്. ഓക്കെ, അതേപോലെ നമ്മുടെ റെസ്റ്റോറന്റിലെ ഓരോ കാര്യങ്ങളും, നമ്മുടെ ടേബിള് ചെയറൊക്കെ രാവിലെ വരുമ്പോൾ ചിലപ്പോൾ ടേബിളൊക്കെ ചെയറൊക്കെ പല രൂപത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങിയും തിരിഞ്ഞൊക്കെ ആയിരിക്കും കിടക്കുക. അതൊക്കെ കറക്റ്റ് അടുക്കി തന്നെ വെച്ചിട്ട് നമ്മൾ ഷട്ടർ ഓപ്പൺ ചെയ്യുന്നതിലേക്കൊക്കെ പോവാം. അതേപോലെ തന്നെ നമ്മുടെ ഫ്ലോറുകളൊക്കെ നല്ല രൂപത്തിൽ ക്ലീൻ ആയിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തുക. ഓക്കെ, ഇതൊക്കെയാണ് ഇതില്. അതേപോലെ ബ്രീഫിംഗ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. ബ്രീഫിംഗിൽ ഒരു പ്രീ ഷിഫ്റ്റ് മീറ്റിംഗ് എപ്പോഴും നമ്മൾ ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യുക? ഒരു 5 മിനിറ്റ്സ് എങ്കിലും നമ്മൾ ഒരു ബ്രീഫിംഗ് കൊടുക്കുക ഇവർക്ക്. അത് ഹൈ ലെവലിലുള്ള ഒരു സ്റ്റാഫിന് അല്ലെങ്കിൽ മാനേജർക്ക് അത് ഉത്തരവാദിത്തം ഏറ്റെടുക്കാം. മാനേജർ കൊടുത്താലും മതി ബ്രീഫിംഗ്. ബ്രീഫിംഗ് കൊടുക്കുക. അന്നത്തെ ദിവസം നമ്മളിപ്പോ ഇനിയിപ്പോ മുമ്പോട്ട് പോകുന്ന സമയത്ത് നമ്മൾ സ്പെഷ്യൽ ഡിഷസുകളും അതേപോലെ തന്നെ പിന്നെ സിഗ്നേച്ചർ ഡിഷസുകളൊക്കെ വെച്ചിട്ടായിരിക്കും മുമ്പോട്ട് പോവുക. അപ്പൊ ആ മെനു എന്താണ് എന്നുള്ളതും അത് എങ്ങനെയാണ് സെയിൽസ് ചെയ്യേണ്ടത് എന്നുള്ളതും എത്ര എണ്ണം ആ ഡിഷസുകൾ സെയിൽ ചെയ്യണം എന്നൊക്കെ ഉള്ളതും നമ്മൾ ഈ ബ്രീഫിംഗിൽ പറഞ്ഞിട്ടുണ്ടാവും ഇവരോട്. അപ്പൊ അവർ അതിനനുസരിച്ച് അവരുടെ സെയിൽസ് മാറുകയാണ് ചെയ്യുക. ഇപ്പൊ നമ്മൾ അവർക്ക് അങ്ങനത്തെ ഒരു ഇൻസ്ട്രക്ഷൻ ഒന്നുമില്ല. നമ്മൾ തുറക്കുന്നു, പിന്നെ അവർ വരുന്നു, അവർക്ക് ഇഷ്ടമുള്ളത് അവർ വിൽക്കുന്നു എന്നുള്ള രൂപത്തിലാണ്. ഇനി നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് ലാഭം കിട്ടുന്ന ഐറ്റംസുകൾ ഏതൊക്കെയാണെന്നുള്ളത് കണ്ടെത്തിയിട്ട് അതിനനുസരിച്ചാണ് അവരോട് വിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുന്നത്. അത് ഈ ബ്രീഫിംഗിലാണ് നമ്മൾ പറയാ. ഡെയിലി ചിലപ്പോൾ ഒരേ ഡിഷസുകളായിരിക്കില്ല ഇങ്ങനെ വിൽക്കാൻ വേണ്ടിയിട്ട് പറയേണ്ടത്. വ്യത്യസ്തമായിട്ടുള്ള ഐറ്റംസുകളാണ് വിൽക്കാൻ വേണ്ടി പറയാം. അപ്പൊ എന്താണെന്നറിയോ? ഇന്നലെ വന്ന കസ്റ്റമർ ഇന്ന് വരുന്നുണ്ടെങ്കിൽ അവർക്കൊരു വെറൈറ്റി ഫുഡ് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പൊ അവർക്ക് നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഒരു പെർസെന്റേജ് ഓഫ് പ്രോഫിറ്റ് കൂടുതൽ നേടാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. ദെൻ പിന്നെ കസ്റ്റമർ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക? കസ്റ്റമർക്ക് നല്ലൊരു പിന്നെ വാം വെൽക്കം കൊടുത്ത് കസ്റ്റമർ എന്ത് ചെയ്യുക? നല്ല രൂപത്തിൽ പിന്നെ അവരെ സീറ്റിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അവർക്ക് ഫുഡ് ഓർഡർ ചെയ്യാൻ അവർക്ക് എന്ത് ചെയ്യണം? അവർക്ക് ഇങ്ങനെ ഒരു ഇമോഷൻ വരണം. നമ്മളുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മൾ പറയുന്നതൊക്കെ അവർ വിശ്വസിക്കും. നമ്മുടെ സ്റ്റാഫ് പറയുന്നത് അവർ വിശ്വസിക്കും. അതേസമയം ഇവർ വരുന്നത് നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. ഇവർ വന്നിരുന്ന് ഒരു 5 മിനിറ്റ് ഇരുന്നതിന് ശേഷം നമ്മുടെ സ്റ്റാഫ് അവരുടെ മുമ്പിൽ എത്തുന്നത് എങ്കിൽ അവരെന്ത് ചെയ്യും? അവര് പിന്നെ ഡിസപ്പോയിന്റഡ് ആവും. അവർക്ക് ഇവിടെ ആരും ഇല്ലേ എന്നെ മൈൻഡ് ചെയ്യാൻ എന്നൊക്കെയുള്ള തോട്ട് മൈൻഡിൽ വരും. അപ്പൊ അങ്ങനെയുള്ളൊരു ടൈമിംഗ് കൊടുക്കാതെ വിത്തിൻ 5 സെക്കൻഡ്സിനുള്ളിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഇവർ നമ്മുടെ റെസ്റ്റോറന്റിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ അടുത്ത് നമ്മൾ എത്തണം. ആ രൂപത്തിൽ നമ്മൾ പ്ലാൻ ചെയ്യണം ഇവരുടെ വർക്ക് പിന്നെ റൊട്ടീൻ. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ പിന്നീട് എന്താണെന്ന് അറിയാം? ഈ സ്റ്റാഫിനോട് നമ്മൾ പിന്നെ ഈ കസ്റ്റമറോട് നമ്മൾ എന്തും നമ്മുടെ സ്റ്റാഫ് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ വിശ്വസിക്കാൻ തുടങ്ങും. അപ്പൊ നമ്മൾ അന്ന് ഇപ്പൊ ഇവര് പ്രത്യേകിച്ച് പോയിട്ട് പറയണം, സാർ ഇന്ന് ഞങ്ങൾ ഒരു പുതിയ ഡിഷ് ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, ഇത് ഇങ്ങനെ ചിക്കന്റെ ഐറ്റംസ് ആണ്, ഇത് സാർ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കൂ എന്ന് പറയുന്ന രൂപത്തിലേക്ക് ഒരു ടോക്ക് ഇവരുടെ സ്ക്രിപ്റ്റ് വന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും? ഈ ആൾക്ക് ഈ ഒരു ഡിഷ് ടേസ്റ്റ് ചെയ്ത് നോക്കാനും അല്ലെങ്കിൽ വാങ്ങാനുള്ള ടെൻഡൻസി ഉണ്ടാവും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിത് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പുതിയ ഡിഷ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തായിരിക്കും. അപ്പൊ ആ ഡിഷ് കൂടുതൽ അന്നത്തെ ദിവസം സെയിൽ നടന്നു കഴിഞ്ഞാൽ അന്നത്തെ നമ്മുടെ റവന്യൂവിൽ വലിയൊരു ഗ്രോത്ത് ഉണ്ടാവും. അപ്പൊ ഈ രൂപത്തില് അവരെ കസ്റ്റമർ എന്ത് ചെയ്യുക? നല്ല രൂപത്തിൽ ഗ്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാവുക. പിന്നെ സെർവിങ് ഫുഡ് ടൈം ലിമിറ്റ് വെക്കുക. നമ്മൾ ഓരോ ഡിഷസുകൾക്കും ഇത്ര ടൈമിനുള്ളിൽ നമ്മൾ ഡെലിവർ ചെയ്യണം എന്നുള്ളതിന് ലിമിറ്റേഷൻ ഉണ്ടാവണം. ആ ലിമിറ്റ് നമ്മുടെ കിച്ചണിലുള്ളവർ അറിയണം, നമ്മുടെ ഡൈനിങ്ങിലുള്ളവരും അറിയണം.
ഇതിനെ ബേസ് ചെയ്തിട്ട് വേണം ഇവർ ഓർഡർ എടുക്കാനും ഈ ഓർഡർ എടുത്ത ഡിഷസുകൾ ഇത്ര സമയത്തിനുള്ളിൽ തന്നെ ടേബിളിൽ എത്തിക്കും എന്നുള്ള ഉറപ്പ് വരുത്തുകയും വേണം. ഓക്കെ. ദെൻ അടുത്തത് മെയിൻ്റനൻസ് ആണ്. ടേബിൾ മെയിൻ്റനൻസ് വളരെ നിർബന്ധമുള്ള കാര്യമാണ്. കസ്റ്റമർക്ക് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്ന രൂപത്തിൽ വളരെ പെട്ടെന്ന് ടേബിൾ മെയിൻ്റനൻസ്, ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടുള്ള മെയിൻ്റനൻസ് നമ്മൾ കൊണ്ടുവരണം. ഓക്കെ. ഇപ്പൊ ഇങ്ങനെ നമ്മളുടെ റെസ്റ്റോറൻറ്റിൽ സാധാരണ നടന്നുകൊണ്ടിരിക്കുന്ന ഈ റൊട്ടീൻ കാര്യങ്ങൾ ഈ രൂപത്തിൽ നിങ്ങൾ ഒന്ന് സെറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് അത് SOP ആയി മാറുക. ഇതിലേക്ക് ഏതൊക്കെ സ്റ്റാഫുകൾ ഇതിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഈ SOP സെറ്റ് ചെയ്യുന്ന സമയത്ത് പറയും. ഓക്കെ. ഇതിന് ഒരു സാമ്പിൾ SOP ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അത് ഇതാണ് നമ്മളൊരു സ്റ്റാൻഡർഡൈസ്ഡ് റെസിപ്പിയുടെ ഒരു SOP ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ SOP നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, ഇതിന്റെ റെസ്പോൺസിബിലിറ്റി കൊടുക്കുന്ന ആളുകൾ ഒന്ന് ഹെഡ് ഷെഫ്, ഹെഡ് ഷെഫ്, അതേപോലെ കിച്ചണിലുള്ള സ്റ്റാഫ്, അതേപോലെ റെസ്റ്റോറന്റ് മാനേജർ. ഇവരുടെ ഉത്തരവാദിത്തമാണ് നമ്മളിപ്പം കൊടുക്കുന്ന, നിങ്ങളിപ്പം പറഞ്ഞല്ലോ നിങ്ങളുടെ ഒരു ബിരിയാണി എന്ന് ഉദാഹരണമായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ബിരിയാണിയുടെ സ്റ്റാൻഡർഡൈസ്ഡ് റെസിപ്പി എന്താണെന്നുള്ളത് തയ്യാറാക്കി വെക്കുക എന്നുള്ളത് ഇവരുടെ ഉത്തരവാദിത്തമാണ്, ഇവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അത് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്നുള്ളത് ഞാൻ ഇതിൽ ചെക്ക് ലിസ്റ്റിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നോക്കി അറിയാം. ഡിഷിന്റെ നെയിം എഴുതണം, അതേപോലെ ഇത് ഡിഷ് ഏത് കാറ്റഗറിയിലാണ് വരുന്നത്, നമ്മുടെ മെയിൻ കോഴ്സ് ആണിത്. അതേപോലെ ഇൻഗ്രീഡിയൻസ്, അതിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസുകൾ ഏതൊക്കെ അളവിൽ വരുന്നുണ്ട്, അത് ഉണ്ടാക്കാൻ എന്തൊക്കെ എക്യുപ്മെന്റ്സുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, പ്രിപ്പറേഷൻ സ്റ്റെപ്സ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് ആ ബിരിയാണി ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് എഴുതിക്കും. അതിന്റെ കുക്കിംഗ് ടൈം എങ്ങനെയാണ്, ഇത് കൃത്യമായിട്ട് എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് സ്റ്റാൻഡർഡൈസ്ഡ് റെസിപ്പി സെറ്റായി. ഇത് ഈ കുക്ക് എന്തെങ്കിലും ഒരു കാരണവശാൽ പെട്ടെന്ന്, ഒരു മനുഷ്യരല്ലേ, ഇവർക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നു, അല്ലെ പെട്ടെന്ന് നമ്മളുടെ റെസ്റ്റോറന്റിൽ വരാൻ പറ്റില്ല, നമുക്ക് മറ്റൊരാളെ വെച്ചിട്ട് ഇത് പെട്ടെന്ന് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, നമ്മൾ ഒരു ടേസ്റ്റ് മാറില്ല. ഓക്കെ. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യണം, ഓരോ കാര്യങ്ങൾക്കും നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ SOPകൾ നമുക്ക് സെറ്റ് ചെയ്യാം. അത് ഞാൻ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഈ പറയുന്ന കുറച്ച് ഡീറ്റെയിൽ ഡാറ്റ മാത്രം നിങ്ങൾ അവിടെ നിന്ന് എനിക്ക് കളക്ട് ചെയ്ത് തന്നാൽ മതി, നിങ്ങൾ എങ്ങനെയാണ് അവിടെ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ. ഈ ഒരു ഡോക്യുമെന്റ്, ഇന്നത്തെ കുറച്ച് ഡോക്യുമെന്റ്സ് ഞാൻ അയക്കുന്നുണ്ട്. അത് സാറൊന്ന് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അത് നമ്മൾ ഈ മുമ്പോട്ട് പോകുമ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ ഓരോ സെക്ടറും ഞാൻ സാറിന് ഡെലിവറി ചെയ്ത് തരാം. ഓക്കെ. അതേപോലെ നമുക്ക് ഫുഡ് കോസ്റ്റ്, ഇനി അടുത്ത ഇന്നലെ ഞാൻ പറഞ്ഞതിൽ, ഇന്നലെ എനിക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഇന്നലെ ഫുഡ് കോസ്റ്റിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലായിരുന്നു. സ്ക്രീൻ കാണുന്നുണ്ടാവും അല്ലേ? ഇത് ഞാൻ അയക്കുന്ന ഫയലിൽ ഞാൻ വിടുന്നുണ്ട് സാറിന്. ഈ ഫുഡ് കോസ്റ്റ് നമ്മൾ നോക്കാനുള്ള ഒരു കാൽക്കുലേറ്റർ ആണിത്. ഒരു ഓട്ടോമേറ്റഡ് കാൽക്കുലേറ്റർ ആണ്. ഇതിൽ നമ്മൾ കുറച്ച് ഡാറ്റാസ് മാത്രം ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫുഡ് കോസ്റ്റ് പെർസെന്റേജ് ഇതിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ നമ്മൾ ഇത് ഫുഡ് കോസ്റ്റ് നമുക്കിപ്പോ നിങ്ങളൊരു 1 month സെയിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുഡ് കോസ്റ്റ് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയാണ് ഉള്ളത് എന്നുള്ളത് നോക്കാം. നമ്മളിപ്പോ കഴിഞ്ഞ മാസത്തെ ഒക്ടോബറിൽ നമ്മൾ നമുക്ക് ഫുഡ് കോസ്റ്റ് എടുക്കണമെങ്കിൽ ഒക്ടോബർ ആദ്യത്തിൽ 1ാം തീയതി എത്ര ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ ഇവിടെ നിന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഉദാഹരണത്തിന് ഞാനിപ്പോ ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാനിപ്പോ ഇവിടെ ഒരു 2500 രൂപയുടെ ഒരു 2500 ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് കാണിക്കുന്നു. ഈ ഒക്ടോബറിൽ നിങ്ങൾ എത്ര പർച്ചേസ് ചെയ്തു? നമ്മളൊരു 1,80,000 നമ്മൾ പർച്ചേസ് ചെയ്തു. ഓക്കെ. ആ മന്ത് എൻഡ് നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് എത്ര വന്നിട്ടുണ്ട്? നമുക്കൊരു 4,000 രൂപയുടേത് 4,000 റുപ്പീസിൻ്റെത് ക്ലോസിംഗ് സ്റ്റോക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ അന്നത്തെ ഫുഡ് കോസ്റ്റ് ഇവിടെ കാണാൻ നിങ്ങൾക്ക് 1,78,500 ആണ് നമ്മുടെ ഫുഡ് കോസ്റ്റ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് ആ ഒരു മാസം എത്ര സെയിൽ നടന്നു എന്നുള്ളത് ഇവിടെ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുത്താൽ നമുക്കൊരു 6 lakhs സെയിൽ നടന്നു എന്ന് കൂട്ടാം. നമുക്ക് നമ്മൾ ആ 6 lakhs നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുഡ് കോസ്റ്റ് എത്ര വന്നു എന്നുള്ളത് ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ കാണിച്ചു തരുക. ഫോർമുല ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചാണ്. അപ്പൊ ഈ ഷീറ്റ് ഞാൻ സാറിന് അയക്കുന്നുണ്ട്. ഒന്നുകിൽ നിങ്ങൾക്ക് മന്ത്ലി നോക്കാം, അല്ലെങ്കിൽ വീക്കിലി നോക്കാം. നമ്മുടെ ഫുഡ് കോസ്റ്റിൽ വേരിയേഷൻസ് ഉണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ഇത് നോക്കുന്നത്. ഓക്കെ. റഫീഖ് സാർ ഇത് ക്ലിയർ അല്ലേ? ക്ലിയർ. ഓക്കെ.
അപ്പോൾ ഇത് ഒരു ആദ്യഘട്ടത്തിലൊക്കെ നിങ്ങളൊന്ന് വീക്കിലി നിങ്ങളൊന്ന് നോക്കി പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു രൂപത്തിൽ ഇത് ഉപയോഗിക്കാം. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മെനു ബേസ്ഡ് ആയിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. മെനു ബേസ്ഡ് എങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ ഒരു ബിരിയാണി നമ്മളിപ്പം പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ബിരിയാണിയുടെ ടോട്ടൽ ഇൻഗ്രീഡിയൻസ് എടുക്കാം. നമുക്ക് ഒരു ബാച്ച് ബിരിയാണി ഇപ്പൊ 4 കിലോ ആണ് നമ്മുടെ ബിരിയാണി, നമുക്ക് ഒരു ബാച്ച് ഇറങ്ങുന്നതെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ 4 കിലോ ബിരിയാണിയുടെ ടോട്ടൽ ഇൻഗ്രീഡിയൻസ് നമ്മൾ എടുക്കുക. ഒരു ബാച്ച് അടിക്കുമ്പോൾ എന്തായാലും അതിന്റെ ഇൻഗ്രീഡിയൻസിന് അളവ് ഉണ്ടാവുമല്ലോ. ആ അളവ് എടുത്തിട്ട് അതിന്റെ കോസ്റ്റിംഗ് നമ്മൾ എടുക്കുക. ഓക്കെ, ആ കോസ്റ്റിംഗ് എടുത്തിട്ട് ആ ഒരു പർച്ചേസ് എന്നുള്ള കോളത്തിൽ നിങ്ങൾ ആ ബിരിയാണിയുടെ ടോട്ടൽ ഇൻഗ്രീഡിയൻസ് കോസ്റ്റ് കൊടുക്കുക നിങ്ങൾ. ഇപ്പൊ ഇവിടെ ഞാനിപ്പോ പിന്നെ പർച്ചേസിൽ ഞാൻ ഇൻഗ്രീഡിയൻസ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുക്കുന്നത് ഏകദേശം ഒരു 6000 rupees ആണ്. നോക്കാം, 6000 rupees കോസ്റ്റ് കൊടുക്കും. ഓക്കെ, സോറി. ഓക്കെ, അപ്പൊ 6000 ഇവിടെ ഇത് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് ഇവിടെ ഫുഡ് കോസ്റ്റിൽ അത് കാണിക്കും 6000 എന്നുള്ളത്. നമ്മൾ ടോട്ടൽ ബിരിയാണിയുടെ ടോട്ടൽ ഇൻഗ്രീഡിയൻസ് എടുക്കും. നമ്മളിപ്പോ റൈസ്, സ്പൈസസ്, അതേപോലെ പിന്നെ ഡാൽഡ ആണെങ്കിൽ ഡാൽഡ, അതേപോലെ ചിക്കൻ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുടെയും കോസ്റ്റ് എടുത്തിട്ട് ആ കോസ്റ്റ് ആണ് പർച്ചേസിൽ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. ആ ബിരിയാണി എത്ര ബിരിയാണി നമ്മൾ വിറ്റു എന്നുള്ളത് നമ്മൾ കണക്കെടുത്തു കഴിഞ്ഞാൽ നമുക്കിപ്പോ ഉദാഹരണത്തിന് നമ്മളിപ്പോ 6000 ഉണ്ടാക്കിയ ബിരിയാണി നമ്മൾ എത്ര ബിരിയാണി വിറ്റു എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ സെയിൽസിന്റെ എമൗണ്ട് കിട്ടും. നമുക്ക് ആ എമൗണ്ട് നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, ഞാനിപ്പോ ഇവിടെ ഒരു പിന്നെ 18,000 കൊടുക്കുമ്പോൾ നമ്മുടെ ഫുഡ് കോസ്റ്റ് നോക്കൂ നിങ്ങൾ 33.3 33.3 എന്ന് പറഞ്ഞ് ഇവിടെ കാണിച്ചു തരും. ബിരിയാണിയുടെ ഫുഡ് കോസ്റ്റ് നമുക്ക് അത്രയാണ് വരുന്നത് നമുക്ക് അറിയാൻ കഴിയും. ഇതേപോലെ നിങ്ങൾക്ക് ഓരോ പിന്നെ ഡിഷസുകളുടേതും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫുഡ് കോസ്റ്റ് ഇതിൽ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറ്റും. ഓക്കെ, അപ്പൊ ചില ഡിഷസുകളിൽ ഫുഡ് കോസ്റ്റ് കുറവും ചില ഡിഷസുകളിൽ ഫുഡ് കോസ്റ്റ് കൂടുതലായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ഫുഡ് കോസ്റ്റ് കൂടി നിൽക്കുന്ന ഐറ്റംസുകളുടെ വിൽപ്പന കുറയ്ക്കുകയും ഫുഡ് കോസ്റ്റ് കുറഞ്ഞിരിക്കുന്ന ഐറ്റംസുകളുടെ വിൽപ്പന കൂട്ടുകയാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ പ്രോഫിറ്റബിലിറ്റി കൂടുക. ഓക്കെ, ക്ലിയർ ആണല്ലോ ഇത് അല്ലെ? ഈ ഷീറ്റ് ഞാൻ നിങ്ങൾക്ക് അയക്കുന്നുണ്ട്, ഇത് ഷീറ്റ് ഉപയോഗിക്കാം. ഓക്കെ, ഞാൻ ഇന്നൊരു 5 ഫയൽ അയക്കുന്നുണ്ട് നിങ്ങൾക്ക്. 5 ഫയൽ നിങ്ങളൊന്ന് വെരിഫൈ ചെയ്ത് നോക്കിയോളൂ. എന്നിട്ട് നമുക്ക് അടുത്ത മീറ്റിംഗിലേക്കൊക്കെ വരുന്ന സമയത്ത് അതിന്റെ ബാക്കി ബാലൻസ് ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് പിന്നെ ഡെലിവറി ചെയ്യുക. ഓക്കെ, ഒന്നിച്ച് പറയുമ്പോൾ എല്ലാം കൺഫ്യൂസ്ഡ് ആവും, അതുകൊണ്ടാണ് ഓരോന്നോരോന്ന് വെരിഫൈ ചെയ്തിട്ട് പോവാം. അപ്പൊ ഇന്ന് പിന്നെ ഓൾമോസ്റ്റ് നമ്മുടെ റെസ്റ്റോറന്റിന് ഒരു കോമ്പറ്റേറ്റർ ആയിട്ട് വേറെ ആളില്ലാന്ന് അല്ല നിങ്ങൾ പറഞ്ഞിരിക്കുന്ന അവിടെ. അപ്പൊ നമ്മളൊരു കോമ്പറ്റേറ്റർ അനലൈസിസ് ഒന്നും ആവശ്യമായിട്ട് വരുന്നില്ലല്ലോ അല്ലെ നമുക്ക്? അല്ല, അതിനുള്ള സ്ട്രാറ്റജി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു പോവാം. ഇനിയിപ്പോ ഫ്യൂച്ചറിൽ ആരും വരുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ ഇതില് ഞാൻ ഒരു ഡീറ്റെയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. കാണുന്നുണ്ടല്ലോ അല്ലെ? സ്ക്രീൻ കാണുന്നില്ലേ? ഓക്കെ, ഇത് നമ്മളൊരു റെസ്റ്റോറന്റ് പുതുതായിട്ട് ആരംഭിക്കാൻ പോവുകയാണെന്നുണ്ട്, നമ്മളൊരു പുതിയ ലൊക്കേഷനിൽ പോയിട്ട് പുതിയതായിട്ട് ആരംഭിക്കുകയാണെങ്കിൽ നിലവിലുള്ള റെസ്റ്റോറന്റ് നിൽക്കുന്ന ലൊക്കേഷനിലുള്ള കോമ്പറ്റേറ്റേഴ്സിനെ അനലൈസ് ചെയ്യുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഷീറ്റാണിത്. ഇത് നമ്മൾ ചെയ്യുന്നത് പിന്നെ കോമ്പറ്റേറ്ററുടെ ഒരു നെയിം,
ആരാണ് നമ്മുടെ കോമ്പറ്റേറ്റർ എന്നുള്ളത് കാണിക്കാം. അവരുടെ ലൊക്കേഷനിൽ എന്തൊക്കെ പ്രത്യേകതകളാണ് ഉള്ളത് എന്നുള്ളതാണ് നമ്മൾ അടുത്ത കോളത്തിൽ നമ്മൾ നോട്ട് ചെയ്യാം. ആ ആ കോമ്പറ്റേറ്റർക്ക് ആ ലൊക്കേഷനിൽ എന്തൊക്കെ പ്രത്യേകത ഉണ്ട്. ചിലപ്പോ ആ ലൊക്കേഷനിൽ നല്ലോണം വാഹനം വന്ന് പാർക്ക് ചെയ്യാനുള്ള നല്ല സൗകര്യമുണ്ട്, അല്ലെ ആ ലൊക്കേഷനിൽ നല്ല വിസിബിലിറ്റി ഉണ്ട്, അവർക്ക് റോഡിലൂടെ പോകുമ്പോൾ തന്നെ വളരെ ദൂരത്ത് തന്നെ റെസ്റ്റോറന്റ് കാണാം. ഇതൊക്കെ അവരുടെ ലൊക്കേഷന്റെ ഒരു പ്രത്യേകതയാണ്. അപ്പൊ അങ്ങനെ എന്ത് പ്രത്യേകത ഉണ്ടെങ്കിലും അത് നമ്മൾ എഴുതണം. നമ്മുടേതല്ല, നമ്മുടെ കോമ്പറ്റേറ്ററുടെ ലൊക്കേഷന്റെ പ്രത്യേകത എഴുതണം. ക്യൂസിൻ ടൈപ്പ്, അവരെന്തൊക്കെ ക്യൂസിൻസുകളാണ് അവിടെ വിൽക്കുന്നത്. നമ്മളിപ്പോ ഇവിടെ നിങ്ങൾ അറബിക്ക് ചെയ്യുന്നുണ്ട്, അതേപോലെ പിന്നെ ചൈനീസ് ചൈനീസ് ഉണ്ട്, അതേപോലെ സൗത്ത് ഇന്ത്യൻ ബിരിയാണി ചെയ്യുന്നുണ്ടല്ലോ. ഓക്കെ, അങ്ങനെ അപ്പൊ നമ്മൾ ഏതൊക്കെ ക്വിസിൻസ് ആണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത്, അവരെന്തൊക്കെ ക്വിസിൻസ് ആണ് അവർ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ഇവിടെ നോട്ട് ചെയ്യും. നമ്മുടെ കോമ്പറ്റേറ്റർ ഏതൊക്കെ ക്വിസിൻസ് റൺ ചെയ്യുന്നുണ്ട് എന്നുള്ളത്, അവരുടെ ടോപ്പ് സെല്ലിംഗ് ഐറ്റംസുകൾ ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ നോട്ട് ചെയ്യാം. അവർ ഏറ്റവും കൂടുതൽ, കാരണം നമുക്ക് പിന്നെ റെസ്റ്റോറന്റിൽ ഏറ്റവും കൂടുതൽ റഷ് ഉള്ള സമയത്ത് നമ്മൾ ആരെങ്കിലും ആ റെസ്റ്റോറന്റിന്റെ ഡൈനിങ്ങിലൂടെ പോയാൽ നമുക്കറിയാം അവിടെ ഏറ്റവും കൂടുതൽ വിൽപ്പന നടത്തുന്ന ഡിഷസുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അങ്ങനത്തെ ഐറ്റംസുകളെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു. അവരെന്ത് പ്രൈസിനാണ് അത് വിൽക്കുന്നത് എന്നുള്ളത് നോട്ട് ചെയ്യാം നമ്മൾ. ഓക്കെ, ദെൻ അടുത്തൊരു കോളം ഉണ്ട്. ഇവിടെ നമുക്ക് സ്ട്രെങ്ത് എന്ന് പറയുന്ന ഒരു കോളം കാണാം നിങ്ങൾക്ക്. ഇത് അവർക്കുള്ള പ്രത്യേകതകളാണ് നമ്മൾ എഴുതേണ്ടത്. അവർക്ക് എന്തൊക്കെ അവർക്ക് ഇപ്പൊ നല്ല സ്റ്റാഫ്, നല്ല പെർഫോമൻസ് ചെയ്യുന്ന സ്റ്റാഫുകൾ ഉണ്ട്, അവരുടെ ഒരു സ്ട്രെങ്ത് ആണത്. അതേപോലെ തന്നെ അവരുടെ പിന്നെ അവരുടെ കടയിൽ വരുന്ന ആളുകളൊക്കെ മിഡിൽ അപ്പർ ക്ലാസ്, നല്ല ഫിനാൻഷ്യൽ സ്പെൻഡ് ചെയ്യാൻ കഴിയുള്ള കസ്റ്റമേഴ്സ് ആണ് അവർക്ക് വരുന്നത്. അത് അവരുടെ സ്ട്രെങ്ത് ആണ്. ഓക്കെ, ഇതേപോലെ അവർക്ക് എന്തൊക്കെ സ്ട്രെങ്ത്തുകൾ ഉണ്ട് എന്നുള്ളത് നോക്കിയിട്ട് അത് നമ്മൾ ഇവിടെ എഴുതണം. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ട് എന്ന് പറഞ്ഞാൽ അവരുടെ വീക്ക്നെസ് ആണ് നമ്മൾ നോക്കേണ്ടത്. അവരുടെ വീക്ക്നെസ് ആണ് നമ്മുടെ മാർക്കറ്റ് ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അവർക്ക് എന്തൊക്കെ വീക്ക്നെസ് ഉണ്ട്. ചിലപ്പോൾ അവരുടെ ഹൈജീൻ ചിലപ്പോൾ വളരെ മോശമാണ്. നമുക്ക് ചിലപ്പം ചില റെസ്റ്റോറന്റുകളിലൊക്കെ എല്ലാം നല്ലതായിരിക്കും, പക്ഷെ അവിടെ ഈച്ചയുടെ ശല്യം മാറി തീരില്ല. അവിടെ ഹൈജീൻ വലിയ പ്രശ്നമായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള പ്രോബ്ലം അവർക്ക്, അങ്ങനെ എന്തെങ്കിലും വീക്ക്നെസ് ആയിട്ടുള്ള എന്തൊക്കെയാണോ ഉള്ളതെന്നുള്ളത് നമ്മൾ നോക്കുക. ഈ വീക്ക്നെസ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്, അവരുടെ വീക്ക്നെസ് കണ്ടുപിടിക്കുന്നതിൽ. ദെൻ അടുത്ത താഴെ മറ്റൊരു കോളം കൊടുത്തിട്ടുണ്ട്. ഇതേ കോമ്പറ്റേറ്ററുടെ നെയിം തന്നെ ഇവിടെ എഴുതിയിട്ട് അവിടെ നമുക്ക് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റികൾ നമുക്ക് അവരുടെ ആ ബിസിനസിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ആ മാർക്കറ്റിൽ കണ്ടെത്താൻ കഴിയും. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ രൂപത്തില് നിങ്ങളിപ്പോ റെസ്റ്റോറന്റ് നടത്തുന്നു, ഒരു പുതിയ റെസ്റ്റോറന്റ് നടത്താൻ പ്ലാൻ ചെയ്ത ഒരാൾ നമ്മുടെ മാർക്കറ്റിൽ വരികയാണെങ്കിൽ അദ്ദേഹം കാണുന്ന ഓപ്പർച്യൂണിറ്റികൾ എന്തൊക്കെയായിരിക്കും എന്നറിയോ? നിങ്ങൾ സാൻഡ്വിച്ച് നല്ല രൂപത്തിൽ വിൽക്കുന്നുണ്ട് എന്നുള്ളത് അയാൾ ഐഡന്റിഫൈ ചെയ്യും. നമ്മൾ ഈ കോമ്പറ്റേറ്റർ അനലൈസിസ് വെച്ചിട്ട് അയാൾ അനലൈസ് ചെയ്യുമ്പോൾ അയാൾ കരുതുന്ന ഏറ്റവും ഫസ്റ്റ് എന്തായിരിക്കും എന്നറിയോ? ഇവിടെ നിങ്ങൾ വെറൈറ്റീസ് ഓഫ് സാൻഡ്വിച്ച് വിൽക്കുന്നില്ല എന്നുള്ളത് അവർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണാൻ കഴിയും. അവർ എന്ത് ചെയ്യും? കുറച്ച് വെറൈറ്റീസ് ഓഫ് സാൻഡ്വിച്ച് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ള വിൽപ്പന നമുക്ക് എന്ത് ചെയ്യും? ലോസ് ചെയ്യപ്പെടും, നേരെ കസ്റ്റമർ അങ്ങോട്ട് മൂവ് ചെയ്യും. അതോടെ നമുക്ക് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റികൾ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നുണ്ട് എന്നുള്ളത് ഇവിടെ നോട്ട് ചെയ്യാം. ദെൻ അടുത്തത്, അവിടുത്തെ കസ്റ്റമറുടെ ബേസ് വെച്ചിട്ട് അവർക്ക് എന്തെങ്കിലും ട്രെൻഡുകൾ ഉണ്ടോ, അവർക്ക് ഫുഡിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഹാബിറ്റുകൾ ഉള്ള ആളുകളാണോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യാം? അനലൈസ് ചെയ്യാം. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കത് നോട്ട് ചെയ്തിട്ട് അതിനനുസരിച്ച് നമ്മുടെ ഡിഷസുകളെ നമ്മൾ എന്ത് ചെയ്യണം? ഒപ്റ്റിമൈസ് ചെയ്ത് കൊണ്ടുവരണം. ഓക്കെ, ദെൻ നമ്മുടെ കോമ്പറ്റേറ്റർ ഏതൊക്കെ സോഴ്സുകൾ ഉപയോഗിച്ചിട്ടാണ് മാർക്കറ്റ് ചെയ്യുന്നത്? സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ടോ? ഫിസിക്കൽ ആയിട്ടുള്ള അഡ്വർടൈസ്മെന്റുകൾ ഉണ്ടോ? കസ്റ്റമറുടെ ഫീഡ്ബാക്ക് അവർക്ക് അനുകൂലമായിട്ടുള്ളതാണോ? കാരണം നമുക്കറിയാം ഈ ഗൂഗിളിലൊക്കെ റിവ്യൂസ് വരുന്നത് കസ്റ്റമർ ഫീഡ്ബാക്സ് ആണ്. അപ്പൊ ഈ കസ്റ്റമർ ഫീഡ്ബാക്സ് ഇവർക്ക് കൂടുതൽ അനുകൂലമായിട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു സർവീസ് പ്രൊവൈഡർ ആയിട്ട് നമ്മൾ മാറേണ്ടി വരും. അവർക്ക് അത്രയും നല്ല കസ്റ്റമർ പിന്നെ ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട്, അവിടെ നല്ല സർവീസും നല്ല ഫുഡും ആണെന്നുള്ള കാര്യങ്ങൾ കസ്റ്റമർ അത്രയും വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള സർവീസ് നമ്മൾ കൊടുക്കുമ്പോഴേ നമുക്ക് മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പൊ ഏതൊക്കെ സോഴ്സുകളാണ് അവർ മാർക്കറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയണം. ഓക്കെ, ഈ ലാസ്റ്റ് ഉള്ള 2 കോളം നമ്മൾ ഈ പറയുന്ന കാര്യത്തിന് അനുസരിച്ച് നമ്മൾ അതിന്റെ ആക്ഷൻ പ്ലാനുകൾ തയ്യാറാക്കാനുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ ബേസ് ചെയ്ത് എന്തൊക്കെയാണോ എഴുതിയിരിക്കുന്നത് അതിനെ ബേസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കും. ഇതാണ് ഒരു കോമ്പറ്റേറ്റർ അനലൈസ് ഷീറ്റ് ആണ്. അപ്പൊ നമുക്കൊരു കോമ്പറ്റേറ്റർ ഇല്ലാത്തത് കൊണ്ട് നമ്മൾക്ക് ഇപ്പൊ ഇത് മാർക്കറ്റിൽ ഉപയോഗിക്കാൻ കഴിഞ്ഞോളന്നില്ല. നിങ്ങൾക്ക് ഇപ്പൊ വേറെ ഇല്ലല്ലോ അവിടെ.
ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കാം. നിങ്ങൾക്ക് ഇത് ഡാറ്റ ഷീറ്റിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭാവിയിൽ നിങ്ങൾക്ക് ഇപ്പോൾ മറ്റൊരു സ്ഥലത്തേക്ക് നമ്മളൊരു ഔട്ട്ലെറ്റ് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് ഈ ഡാറ്റ ഷീറ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതെ അതെ. ഓക്കെ, ഇതിൽ ഞാൻ ഫസ്റ്റ് തന്നെ ഞാൻ പറയുന്നുണ്ട് നമ്മുടെ വരുമ്പോ ഓ എല്ലാം കിട്ടുമല്ലോ. കിട്ടണ്ട മ്യൂട്ടാക്കി വിടും. സാറിന് അയക്കുന്ന ഒരു ഫയലിലുള്ളതാണ്. പിന്നെ യുണീക്ക്നെസ് ആൻഡ് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്ന ഒരു ഇതുണ്ട്, ഡീറ്റെയിൽ ഉണ്ട്. നമ്മൾ മസ്റ്റ് ആയിട്ട് നമ്മൾ ഇപ്പം തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് പോകണം. എങ്കിലേ നമുക്ക് ഭാവിയിൽ നമ്മൾ സ്കെയിലപ്പ് ഒക്കെ വരുന്ന സമയത്ത് നമ്മുടെ റെസ്റ്റോറന്റിന് വാല്യൂ ഉണ്ടാവുള്ളൂ. നമ്മളെ റെസ്റ്റോറന്റ് എപ്പോഴും നമുക്കൊരു കോമ്പറ്റേറ്റർ ഇല്ലെങ്കിലും നമ്മൾ എന്താവണം, നമ്മുടെ മാർക്കറ്റിൽ എപ്പോഴും ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റിൽ മുമ്പോട്ട് പോകണം. നമ്മൾ അതിന്റെ കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ഒന്ന്, പിന്നെ ഡിഫൈൻ യുവർ യുണീക് വാല്യൂ പ്രൊപ്പോസിഷൻ എന്ന് പറയും, നമ്മൾ UVP എന്ന് പറയും. കാരണം നമ്മുടെ ഒരു സെറ്റ് ഓഫ് കസ്റ്റമറെ നമ്മൾ രൂപപ്പെടുത്തി കൊണ്ടുവരികയാണ്. നമ്മുടെ ഡിഷസുകൾ ഇഷ്ടപ്പെടുന്ന, അതേപോലെ ആ ഡിഷസുകളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, അപ്സെൽ ചെയ്യാൻ കഴിയുന്ന ഡിഷസുകളെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഇവർക്ക് കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്കുള്ള ഒരു കോൺസെപ്റ്റിൽ നമ്മളെ ബിസിനസ്സിനെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക. അത് എങ്ങനെയാണ് നമ്മൾ കൊണ്ടുവരുന്നത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊന്ന് ഡിഫൈൻ ചെയ്ത് വെക്കണം. അതാണ് ഞാൻ നേരത്തെ സാറിനോട് പറഞ്ഞത്. നമുക്ക് അടുത്തൊരു വർഷത്തേക്ക് നമുക്ക് ആവശ്യമുള്ള നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് മെനുകൾ നമ്മൾ ഇപ്പോഴേ സെറ്റ് ചെയ്ത് പോകണം. എന്നിട്ട് ഓരോ മാസവും നമ്മൾ എന്തൊക്കെ ഡിഷസുകളാണ് നമുക്ക് ഇവർക്ക് സ്പെഷ്യാലിറ്റി കൊടുക്കുന്നത്, അതിൽ നിന്ന് നമുക്ക് എത്രത്തോളം ഗ്രോത്ത് ഉണ്ടാക്കണം, എത്രത്തോളം വരുമാനം കൂട്ടിയെടുക്കണം എന്നുള്ളതിന് നമുക്ക് ഇപ്പോഴേ പ്ലാനിങ് ഉണ്ടാവണം. ഇത് നമ്മളെ മുൻകൂട്ടി നമ്മൾ സെറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എന്തുള്ളൂ, നമുക്കത് നടക്കുള്ളൂ. അല്ലെങ്കിൽ നമുക്കത് പ്രാവർത്തികമാവില്ല ഒരിക്കലും. നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതല്ലാതെ നമുക്ക് എന്തില്ല, വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു UVP നമുക്ക് ഉണ്ടാവണം. അതേപോലെ തന്നെ നമ്മൾ എന്ത് വേണം, നമുക്ക് ഒരു നമ്മളുടെ റെസ്റ്റോറന്റിനെ തിരിച്ചറിയാൻ കഴിയുന്ന എന്തെങ്കിലും ഒരു സിഗ്നേച്ചർ ഡിഷസുകൾ നമുക്ക് ഉണ്ടാവണം. നമ്മളുടെ റെസ്റ്റോറന്റ് നമ്മളായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന എന്തെങ്കിലും ഒരു സിഗ്നേച്ചർ ഡിഷ് ഉണ്ടാവണം. ഓക്കെ, അതാ ഞാൻ പറഞ്ഞ നമ്മുടെ ഇത്തരത്തിലുള്ള ഷെഫുമാർ വരുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ റെസ്റ്റോറന്റിൽ മാത്രമേ ആ ഡിഷ് ഉണ്ടാവുള്ളൂ. അങ്ങനത്തെ ഒരു യുണീക്ക് ആയിട്ടുള്ള ഡിഷസുകളെ ഡെവലപ്പ് ചെയ്തെടുക്കണം നമ്മൾ. അപ്പൊ ആ ഡിഷ് ഉള്ളത് കൊണ്ട് തന്നെ എന്ത് ചെയ്യും, ആ ഡിഷ് നമ്മൾ തന്നെ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾ നമ്മുടെ റെസ്റ്റോറന്റ്, അവരൊരിക്കലും ചെയ്യില്ല, വേറെ റെസ്റ്റോറന്റിലേക്ക് പോവില്ല. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ റെസ്റ്റോറന്റ് ഇപ്പൊ നിലവിൽ നിങ്ങളൊരു തീം ബേസ്ഡ് റെസ്റ്റോറന്റ് ആണല്ലോ നിങ്ങൾ. കാരണം പാർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു തീം ബേസ്ഡ് റെസ്റ്റോറന്റ്. ഇങ്ങനെ തീമാറ്റിക് ആംബിയൻസ് കൊടുത്തു കഴിയുമ്പോൾ തന്നെ അതിലേക്ക് കൂടുതൽ ആളുകൾ അട്രാക്ട് ചെയ്യപ്പെടും. ഓക്കെ, അതായിരിക്കും നിങ്ങൾക്ക് ഇപ്പൊ അവിടെ ഉള്ള പോസിറ്റീവ് എന്ന് പറയുന്നത്. നിങ്ങൾ അങ്ങനെ ഒരു വേറെ ആൾക്ക് ആ ഒരു ഇത് കൊണ്ടുവരാൻ കഴിയും. അതാണ് വിട്ടുവിട്ട് പോയ ആൾക്കാർ. അവർക്ക് ഫുഡ് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ 9 വർഷത്തെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഇപ്പൊ ഈ മാർക്കറ്റിലുണ്ട്. നിങ്ങൾ 9 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയാണ് എന്നുള്ളത് നിങ്ങളുടെ അവിടെയുള്ള കസ്റ്റമറുടെ മുമ്പിലേക്ക് നിങ്ങൾക്ക് എന്ത് വേണം, ഒരു ബ്രാൻഡ് സ്റ്റോറി നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റണം. അത് നിങ്ങളെ ഡിഫറൻസിയേഷൻ കൊണ്ടുവരും. നമ്മൾ കണ്ടിട്ടുണ്ട് ഈ കോർപ്പറേറ്റ് കമ്പനികളൊക്കെ ഇടയ്ക്കിടയ്ക്ക് അവരുടെ ഒരു ഡോക്യുമെന്ററി പോലെ ചെറിയൊരു വീഡിയോ പുറത്തിറക്കും. അവര് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അത് ആണ് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡയറക്ടർ ഇന്നായിരുന്നു, ഇത്ര എന്താ പറയാ ഫിനാൻഷ്യലി സ്ട്രഗിൾ ആയിരുന്നു, പിന്നീട് അദ്ദേഹം വന്നു, ഇങ്ങനെയാണ് ബിസിനസ്സിലേക്ക് വന്നത്, ഇങ്ങനെയാണ് ഇത് ഗ്രോത്തിലേക്ക് വന്നത്, ആളുകളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു ബ്രാൻഡ് സ്റ്റോറി ക്രിയേറ്റ് ചെയ്യും. നമുക്ക് ഈ ബ്രാൻഡ് സ്റ്റോറി ക്രിയേറ്റ് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മളിപ്പം നിലവിലുള്ള കസ്റ്റമറെ നമ്മളെ കൂടുതൽ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, കൂടുതൽ അവർക്ക് നമ്മളുമായിട്ട് കണക്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇത് നമ്മുടെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. ഓക്കെ, അതേപോലെ തന്നെ
നമ്മുടെ സ്ഥാപനത്തിലുള്ള ഷെഫുമാരുടെ എക്സ്പീരിയൻസ് നമ്മൾ വർദ്ധിപ്പിച്ചു കൊടുക്കുക. അവർക്ക് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകൾ അങ്ങനെ ഇത് അവർക്ക് കൂടുതൽ കൂടുതൽ എഫക്റ്റീവ് ആക്കി മാറ്റുക എന്നുള്ളത്. അവർക്കുള്ള കഴിവിന് അങ്ങനെ നിലനിർത്തുന്നതിന് പകരം കൂടുതൽ കൂടുതൽ എഫക്റ്റീവ് ആക്കി കൊണ്ടുവരും. അപ്പൊ ഇത് ഇങ്ങനെ 3-4 ഷീറ്റ് ഞാൻ സാറിന് അയക്കുന്നുണ്ട്. അത് ഡോക്യുമെന്റ് ഒന്ന് വെരിഫൈ ചെയ്തോളൂ. അപ്പൊ കുറെ ഇൻസൈറ്റുകൾ സാറിന് അതിൽ കിട്ടും. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഞാൻ അതിൽ നോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത മീറ്റിംഗിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ. വേറെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത മാറ്റേഴ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് എന്തെങ്കിലും കൂടുതൽ ക്ലാരിറ്റി വരുത്തേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇന്നിപ്പോ നമ്മൾ സിസ്റ്റമാണ് സംസാരിച്ചത്. നമ്മുടെ കാരണം ആളുകളെ പെർഫെക്റ്റ് ചെയ്യേണ്ട കാര്യം. ഓക്കെ, അപ്പൊ അതിലെ ഞാൻ ഇന്ന് അയക്കുന്ന ഡോക്യുമെന്റിൽ സാർ ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കിയാൽ അന്ന് ഫ്രണ്ട് ഹൗസിൽ നടക്കേണ്ട കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ള അതിൽ എഴുതിയിട്ടുണ്ട്. കിച്ചണിൽ നടക്കേണ്ട കാര്യങ്ങൾ എങ്ങനെയാണെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഏകദേശം ഒരു ഐഡിയ ഉണ്ടാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു SOP സെറ്റ് ചെയ്യാം. ഓരോ ആൾക്കും വേണ്ട ജോബ് റോളുകൾ സെറ്റ് ചെയ്യാം. ഓക്കെ, അത് ഞാൻ ഓൾമോസ്റ്റ് ഓരോ ടെംപ്ലേറ്റ് ഞാൻ സാറിന് അയക്കാം. നിങ്ങളുടെ ഫീച്ചേഴ്സിന് വേണ്ട ജോബ് റോൾ ഞാൻ അയച്ചു തരാം. അതേപോലെ കുക്കിനും അതേപോലെ ഷെഫിനും വേണ്ട ജോബ് റോൾ അയക്കാം. ഹെൽപ്പേഴ്സിന് വേണ്ട ജോബ് റോൾ അയച്ചു തരാം. എന്നിട്ട് നിങ്ങളൊന്ന് വെരിഫൈ ചെയ്തിട്ട് അതിൽ എന്തൊക്കെ മാറ്റം വരുത്തണം എന്നുള്ളത് നോക്കിയിട്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാതെ, എന്നിട്ട് ആ മാറ്റം വരുത്തിയിട്ട് അത് ഫൈനലൈസ് ചെയ്തിട്ട് അവരുടെ ജോബ് റോൾ ആക്കി മാറ്റാം നമുക്കത്. അതിനുശേഷം SOPകൾ സെറ്റ് ചെയ്യാം നമുക്ക്. ഓക്കെ, മിക്കവാറും ഞാൻ ഇന്ന് തന്നെ അതിന്റെ ജോബ് റോളിന്റെ ഷീറ്റ് ഞാൻ ഇന്ന് തന്നെ അയച്ചു തരാം. ഇതിനോടൊപ്പം തന്നെ അല്ലെങ്കിൽ ഈവനിങ്ങിലേക്ക് അയച്ചു തരാം. ഞാൻ ഒന്ന് റീവർക്ക് ചെയ്തിട്ട് ഇന്ന് അയച്ചു തരാം. ഓക്കെ, റഫീഖ് സാറേ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? ഓക്കെ, അപ്പൊ എന്ത് കാര്യം ഉണ്ടെങ്കിലും നിങ്ങൾ വാട്സപ്പിൽ കണക്ട് ചെയ്യണം. വാട്സപ്പിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാനോ അല്ലെങ്കിൽ ടീം മെമ്പേഴ്സോ നിങ്ങൾക്ക് അതിനുള്ള റിപ്ലൈ തരാം. നാളെ ഇതേ സമയത്ത് തന്നെ നമുക്ക് ഇരിക്കാം. മറ്റേ ഇത് നമ്മള് SOP സെറ്റ് ചെയ്യണമെങ്കിൽ നമ്മള് എക്സിക്യൂട്ടീവ് ചെഫിന് അവിടെ പോകണമെന്ന് പറഞ്ഞില്ലേ? അത് വരണം. അവര് വന്നിട്ട് നിങ്ങൾ സെറ്റ് ചെയ്യുന്നത് അവർ വന്നിട്ട് സെറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പ്ലാൻ ചെയ്യണം. നിങ്ങളിപ്പോ ഡീറ്റെയിൽസ് തന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 1 വീക്കിന്റെ പരിപാടി ഉണ്ടാകും, പെർമിറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാനേ. ഞാൻ ഓൾറെഡി നമ്മളിപ്പോ ഇവരുടെ ഈ ഷെഡ്യൂൾ പോകുന്നത് ഒരു 15 ഡേയ്സിന്റെ ഇതിലാണ്. നമുക്ക് എത്ര ടൈം വേണ്ടി വരും നമുക്ക് പെർമിറ്റ് എടുക്കാൻ? പെർമിറ്റ് കിട്ടാൻ ഏകദേശം ഒരാഴ്ചയെങ്കിലും വേണ്ടി വരും. 1 വീക്ക് പ്രോസസ് ഉണ്ടാകും. ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോസസ് ആണല്ലോ. 1 വീക്കിന്റെ ആയാലും നമുക്ക് ഒരു ഇത് വരും. അപ്പൊ വേണമെങ്കിൽ നമുക്ക് വർക്ക് പെർമിറ്റ് പോവാണെങ്കിൽ ഒരു 5 മന്തിലായിട്ടുള്ള പെർമിറ്റ് കിട്ടും. അതിൽ നല്ലത് ആ പീരീഡിനകത്ത് പോയി വരാം. അല്ലെങ്കിൽ നമുക്ക് വിസിറ്റ് വെച്ച് കഴിഞ്ഞാൽ 10 ദിവസത്തേക്ക് കിട്ടും. അല്ല, 10 ദിവസം ചിലപ്പോ പ്രശ്നമാണ്. ഇവർക്ക് അവിടെ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഒരു 3 അല്ലെങ്കിൽ 4 ദിവസത്തെ വർക്കേ ഉണ്ടാവുള്ളൂ. അത് കുഴപ്പമില്ല. നമുക്ക് നമ്മളൊരു ഓൺലൈൻ മീറ്റിംഗ് ഒക്കെ ഇരുന്നിട്ട് ഷെഫുമായിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് കഴിഞ്ഞിട്ട് അവർ അതിനനുസരിച്ചുള്ള പ്ലാനിങ് സെറ്റ് ആക്കിയിട്ടാണ് അവർക്ക് വരിക. അപ്പൊ അവിടെ വരുന്ന സമയത്ത് അവർക്ക് വേണ്ട ഇൻഗ്രീഡിയൻസുകൾ ഉണ്ടാവും. ഇത് നിങ്ങൾക്ക് ട്രയൽ റണ്ണ കാര്യങ്ങൾ അടിക്കേണ്ട ഇൻഗ്രീഡിയൻസ് കാര്യങ്ങളൊക്കെ വേണ്ടി വരുമല്ലോ. അതെ, അതൊക്കെ പ്ലാൻ നമ്മൾ ഇവിടെ കൊണ്ടുപോയിട്ട് അപ്പൊ അവര് വരുന്ന സമയത്ത് ഓൺ ടൈം കൊണ്ടുവരുന്നതായിരിക്കും നല്ലത്. അതെ, അത് ആ ഷിപ്പിന് എടുക്കാം. ഓക്കെ. അപ്പൊ ഇവരുടെ ഡീറ്റെയിൽസ് നമുക്ക് അഡ്വാൻസ് തരണേ. എന്നിട്ട് പെർമിറ്റ് ഇപ്പൊ റെഡിയാക്കി കുഴപ്പമില്ല. പിന്നെ എപ്പോഴും ഷെഡ്യൂൾ ചെയ്യാം അവർക്ക്. അപ്പൊ ഒരു വർക്ക് പെർമിറ്റ് എടുക്കുകയാണെങ്കിൽ ഒരു 5 മന്തിനുള്ളിൽ വന്നാൽ മതി. പെർമിറ്റ് ഇഷ്യൂ ചെയ്തിട്ട് 5 മന്തിനുള്ളിൽ വരാം. വിസിറ്റ് എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഷിപ്പിന്റെ ഷെഡ്യൂൾ അങ്ങോട്ടും ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ ആ ടൈമിൽ വരാൻ പറ്റിയില്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. സ്റ്റാഫിന്റെ ട്രെയിനിങ് കൂടി നമ്മൾ ഇതിന്റെ കൂടെ പ്ലാൻ ചെയ്യുന്നോ? നമ്മൾ ഒന്നിച്ച് പ്ലാൻ ചെയ്യുന്നോ? ചെയ്യാൻ കുഴപ്പമില്ല. കാരണം ഷെഫുമാരല്ലേ ട്രെയിനിങ് ഉണ്ടാവുക. ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ എന്റെ ഒരു ടീം മെമ്പർ ഉണ്ടാവുക. ട്രെയിനിങ് കൂടെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കത് എന്നാലും ഒന്നിച്ച് നമുക്ക് എന്തായാലും ഞാൻ അന്ന് ഡിസ്കസ് ചെയ്യട്ടെ. സാറിന് ടൈം ഉണ്ട്, സാറും കൂടി വന്നോ, ദ്വീപിൽ വരാനുള്ള ചാൻസ് കൂടി. എനിക്കെന്താ പറയുക, എന്റെ ഷെഡ്യൂൾ അത്രയും ലെങ്ത്തിലാണ്. അതുകൊണ്ടാ പറഞ്ഞ തിരക്കില്ലെങ്കിൽ സൗകര്യപ്പെടുകയാണെങ്കിൽ നോക്കാം. ഞാനൊന്ന് നോക്കട്ടെ, ഞാൻ ഷെഡ്യൂൾ ഒന്ന് നോക്കട്ടെ. വരെ ഷെഡ്യൂൾ ആണെന്ന് എനിക്ക് തോന്നുന്നു എന്റെ ടൈമിംഗ്. ഇല്ല, ടൂറിസ്റ്റ് പ്ലേസ് നമ്മളെ ഇതിൽ വരാൻ പറ്റുമല്ലോ. എന്തായാലും നോക്കാം. എനിക്ക് വരാൻ പറ്റും, ഞാൻ തന്നെ വരാം. ഓക്കെ, എന്തായാലും നോക്കിയിട്ട് അറിയിക്കാം നിങ്ങൾ. ഓക്കെ, താങ്ക് യു. നാളെ നമുക്ക് ഇരിക്കാം. ഓക്കെ, ശരി, താങ്ക് യു.